ഹായ് ഓൾ, വെൽക്കം ടു സ്കോർ അക്കാഡമി. കുട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB NDPC CBT ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 2021 ജനുവരി 18 ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റ് 1 എക്സാമിന്റെ റീസൺ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് ഇനി വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഉറപ്പായിട്ട് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ് 3:28 ഈസാസ് 9 ? ഓക്കെ, നമ്മുടെ അനലോഗി. ഓക്കെ, അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അതായത് നമ്പർ അനലോഗി. ഓക്കെ, നമ്പർ അനലോഗിയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ 3:28 റിലേറ്റ് ചെയ്യുന്നു, അതേപോലെ നമുക്ക് എന്ത് വേണം, 9 വരുന്ന 9 കറസ്പോണ്ട് നമ്പർ ആരും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എങ്ങനെ 3ഉം 28 റിലേറ്റ് ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്കി. ഉറപ്പായിട്ടും ഓപ്ഷൻസ് കൂടെ നോക്കണം. ഓപ്ഷൻസ് നോക്കാൻ പറയാൻ പറ്റും. എല്ലാം അത്യാവശ്യം വലിയ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ചെറിയ 9ന് 3 ഡിജിറ്റ് നമ്പർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, അവിടെ ക്യൂബ്സ് ഒക്കെ അല്ലേ, ക്യൂബ്സ് എടുക്കേണ്ട ആവശ്യം വരും അല്ലേ, ക്യൂബ്സ് എടുക്കേണ്ട ആവശ്യം വരും. അപ്പം 3നെ എങ്ങനെ 28 ആക്കിയിട്ടുണ്ട്. 3ന്റെ ക്യൂബ് എത്രയാണ് കുഞ്ഞുങ്ങളെ, അത് 27 ആണ്. അയാളുടെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 28 ആയത് അല്ലേ. അങ്ങനെങ്കിൽ 9ന്റെ ക്യൂബ് എടുക്കണം. 9 ക്യൂബ് എത്രയാണ്, 729 ആണ്. പ്ലസ് 1 ചെയ്യുമ്പോൾ 730 എന്ന് കിട്ടും. ഓപ്ഷനകത്തുണ്ടല്ലോ, ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഉണ്ടോ, വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യൂബ്സ് 20 വരെ ഒരു ഉപേക്ഷയും കൂടാതെ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, പെട്ടെന്ന് നമ്പേഴ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ക്യൂബ്സും സ്ക്വയർസും പഠിക്കുക. ഓക്കെ, അതുപോലെ ക്യൂബ്സിൻ്റെ സ്ക്വയർസിൻ്റെ അടുത്തുള്ള നമ്പേഴ്സും കൊണ്ടാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റാക്കി എടുക്കുക. ഓക്കെ, ശരി, മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് 12 × 7 = 408, 9 × 8 = 207, 13 × 7 = ? വാട്ട് വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് സൈൻ? ഓക്കെ, അപ്പം എന്താ, നമ്മുടെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് 12 × 7 408 ആയത്? ഇപ്പം നോർമലി നമുക്കറിയാം, ഒരിക്കലും 12 × 7 408 ആകില്ല. ഇപ്പം നോർമലി ഗുണിച്ച് എത്ര വരും, 12 × 7 84 അല്ലേ. 10 × 7 70, 2 × 7 14 84 ആകും. ഈ 84 പകരമാണ് അയാൾ 408 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ 84 408 ആകാൻ പറ്റും ആലോചിച്ച് നോക്കിയേ. ഇയാൾ റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അത് 48 ആകും. ഇടയ്ക്കൊരു 0 കൊടുത്തു, കണ്ടോ. അടുത്തോട് ചെക്ക് ചെയ്യാം. 9 × 7 നോർമൽ നമുക്കറിയാം 72 ആണ് അല്ലേ. അയാളെ തിരിച്ച് റിവേഴ്സ് ഓർഡർ എഴുതുമ്പോൾ 27 ആകും. ഇടയ്ക്കൊരു 0 കൊടുത്താൽ 207 ആയി. അപ്പോൾ ആൻസർ എന്ത് വരുന്നു, 13 × 7. 13 × 7 എത്ര കുഞ്ഞുങ്ങളെ, 10 × 7 70, 3 × 7 21, നമുക്ക് 91 കിട്ടും. അയാൾ റിവേഴ്സ് ചെയ്തപ്പോൾ 19 ആകും. ഇടയ്ക്കൊരു 0 കൊടുത്താൽ 109 ആകുന്നു. ഓപ്ഷൻ 4 ഉണ്ടോ. 4 സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ അത്യാവശ്യം ഈ ടൈപ്പ് ക്വസ്റ്റ്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അല്ല. നമ്മുടെ മിസ്സിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ പസിൽ പോലത്തെ ടോപ്പിക്സ് ഒന്ന് എക്സ്ട്രാ പ്രാക്ടീസ് ശ്രമിക്കുക. നമ്പേഴ്സ് തൊട്ട് കണ്ടാൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ശരി, മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. Okay, in the following question below, some statements are given followed by some conclusions. Taking the given statements to be true even if they seem to be at variance from commonly known facts, read all the conclusions and then decide which of the given conclusions logically follows the given statements. Okay, അപ്പോൾ നമ്മുടെ സിലോജിസമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പക്കയുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ കറസ്പോണ്ട് വെണ്ടകരം വരയ്ക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്, ഓൾ കീസ് ആർ ഡോർസ് അല്ലെ. എല്ലാ കീയും ഡോറുകളാണ്. അപ്പോൾ എങ്ങനെ വെണ്ടകരം വരയ്ക്കാം, കീ എന്ന് പറയുന്ന ഫുൾ ക്ലാസ് എന്ത് ചെയ്യും, ഡോറിനകത്ത് വരണം. ഇങ്ങനെയാണ് വെണ്ടകരം വരയ്ക്കുന്നത് അല്ലേ. ശരി, ഇനി സം ലോക്സ് ആർ കീസ്, കുറച്ച് ലോക്സ് കീസ് ആണ് അല്ലെ. കുറച്ച് ലോക്സ് കീസ് ആണ്. അപ്പോൾ ലോക്സിന് എല്ലെന്ന് കൊടുത്തു. അപ്പം ഈ കീയും ലോക്കും തമ്മിൽ സം റിലേഷൻ ആണ്. അപ്പം നമ്മുടെ വെണ്ടകരം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൺക്ലൂഷൻ നോക്കാം. സം കീസ് ആർ ഡോർസ്, ശരിയാണോ. കുറച്ച് കീസ് ഡോർസ് ആണല്ലോ. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഓൾ റിലേഷൻ അല്ല, ഓൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവർ തമ്മിൽ സം റിലേഷൻ ഉണ്ടാകും. അത് കാരണം അല്ലേ കുറച്ച് കീസ് ഡോർസ് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. ഓക്കെ, സെക്കൻഡ് വൺ, ഓൾ ഡോർസ് ആർ ലോക്സ്, എല്ലാ ഡോർസും ലോക്ക് ആകുമോ, ഇല്ല. ഇവിടെ നമുക്ക് എന്താണ്, ഇത്രയും ഡോർസ് മാത്രമേ ലോക്ക് എന്ന് പറയാൻ പറ്റൂ. നമുക്ക് നോർമലി സം ഡോർസ് ആർ ലോക്സ് എന്ന് മാത്രമേ അവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഓർക്കുക, സിലോജിസോട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ കൺഫേം ആയിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമേ അവിടെ ഫോളോ ചെയ്യുള്ളൂ. ഒന്നും ഊഹിച്ചെടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ കൺഫേം ആണ് എന്താ, ഇവർ തമ്മിൽ സം റിലേഷൻ ഉണ്ടാവും അല്ലെ. കുറച്ച് അല്ലേ, ഈ ഡോറും ലോക്കും തമ്മിൽ കുറച്ച് ഓവർലാപ്പ് ആയിട്ടുണ്ട്. കൺഫേം ആണ്, സം റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരിക്കലും ഓൾ വരത്തില്ല. സെക്കൻഡ് വൺ ഫോളോ ചെയ്യില്ല. ഉത്തരം എന്ത് കിട്ടുന്നു, ഓപ്ഷൻ 1 ഓൺലി, കൺക്ലൂഷൻ 1 ഫോളോ. ഓക്കെ, ക്ലിയർ അല്ലേ. ശരി, മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the group of 85 people speak 3 languages, English, French and Japanese.
15 speak only the French language, 10 speak only the English language, 10 people speak both French and English language, 20 people speak both Japanese and French language, and 15 people speak both English and Japanese language. 10 people speak all three kinds of language. Find how many people speak only Japanese language. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെൻ ഡയഗ്രം വെച്ച് സോൾവ് ചെയ്യാൻ വരുന്ന ചോദ്യമാണ് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ മൊത്തം 85 ആളുകളുണ്ട്. അതിൽ ആ 85 ആളുകൾ എന്താണ്, ഇംഗ്ലീഷും ഫ്രഞ്ചും ജാപ്പനീസും സംസാരിക്കുന്ന ആളുകളാണ് അല്ലേ. അതിൽ പറയുന്നുണ്ട് 15 people speak only French language. ഓക്കെ, അപ്പം ഫ്രഞ്ച് എന്ന് പറയുന്നൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഫ്രഞ്ച് എടുക്കുകയാണെങ്കിൽ എഫ് എന്ന് കൊടുക്കുന്നു. അതിൽ 15 പേര് എന്താണ്, ആ 85-ൽ 15 പേര് ഫ്രഞ്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുപോലെ 10 people speak only English. ഓക്കെ, 10 പേര് എന്താണ്, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ 10 people speak both French and English. അപ്പം മനസ്സിലാക്കാൻ പറ്റും അല്ലെ. 10 people speak both French and English എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഒരു സം റിലേഷൻ അല്ലെ, സം റിലേഷൻ ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷും ഫ്രഞ്ചും സംസാരിക്കുന്ന 10 പേരുണ്ട്. ഓക്കെ, അതുപോലെ ഇതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു 10 people speak only English. അപ്പോൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന 10 പേരുമുണ്ട്. ഓക്കെ, അതുപോലെ ബാക്കി എന്താ, 20 people speak both Japanese and French. ഓക്കെ, ഫ്രഞ്ചും ജാപ്പനീസും സംസാരിക്കുന്നത് എത്രയാണ്, 20 പേരാണ്. ഓക്കെ, അതുപോലെ 15 people speak both English and Japanese. അവസാനം പറഞ്ഞു 10 people speak all three languages അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് 3 ഭാഷ സംസാരിക്കുന്ന എത്ര പേരുണ്ട്, 10 പേരുണ്ട്. അപ്പം ഈ ഇടയ്ക്കുള്ള ഈ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ 10 പേരെന്ന് പറഞ്ഞാൽ 3 ഭാഷ സംസാരിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഇത് നമുക്ക് ജാപ്പനീസ് കൊടുക്കാം. ഓക്കെ, അപ്പം 10 പേര് ജാപ്പനീസും ഫ്രഞ്ചും ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, ബാക്കി കൊണ്ട് സെറ്റ് എടുക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, അവസാനം 20 people speak both Japanese and French അല്ലേ. അപ്പം 20 പേര് ജാപ്പനീസ്, ഓക്കെ, 20 പേര് ജാപ്പനീസും ഫ്രഞ്ചും സംസാരിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ 15 ആളുകൾ ഇംഗ്ലീഷും ജാപ്പനീസും, 15 പേരെന്താ, ഇംഗ്ലീഷും ജാപ്പനീസ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ല. അപ്പോൾ ചോദ്യം എന്താണ്, ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ഓൺലി ജാപ്പനീസ്, ജാപ്പനീസ് മാത്രം സംസാരിക്കുന്ന വ്യക്തികളുടെ എണ്ണം വേണം അല്ലേ. അങ്ങനെയെങ്കിൽ എത്രയുണ്ട്, ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്താൽ പോരെ. 15 പ്ലസ്, ഓക്കെ, 15 പ്ലസ് ഈ 10 പ്ലസ് ഇംഗ്ലീഷ് മാത്രം, അത് 10 ആണ്. 3 ഭാഷ സംസാരിക്കുന്ന 10 പേരുണ്ട്. അതുപോലെ ഫ്രഞ്ചും ജാപ്പനീസും 20 പേരുണ്ട്. അതുപോലെ ഇംഗ്ലീഷും ജാപ്പനീസും 15 പേരുണ്ട് അല്ലേ. അപ്പോൾ എത്ര ആയിട്ടുണ്ട്, 15ഉം 10 25, 10 35, 10 45, 20 എത്രയാണ്, 65ഉം 15ഉം 80. അപ്പം മനസ്സിലാകാൻ പറ്റും, 85-ൽ 80 പേര് ഇപ്പം എണ്ണിക്കഴിഞ്ഞ് ബാക്കി മിച്ചമുള്ള 85-ൽ 80 പേരിൽ ബാക്കി മിച്ചമുള്ള 5 പേരായിരിക്കും ജാപ്പനീസ് മാത്രം സംസാരിക്കുന്ന വ്യക്തികൾ. ഉറപ്പായിട്ട് ഓപ്ഷൻ ചെയ്യണം. ഭയങ്കര സിമ്പിൾ ചോദ്യം. ഓപ്ഷൻ 3 5 ആണ്, സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അധികം സമയം എടുക്കാതെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ശരി, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. പോയിന്റിംഗ് ടു രാഹുൽ, സോഹൻ സെഡ്, ഹി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്സ് ഓൺലി ഡോട്ടർ. ഹൗ ഡിഡ് രാഹുൽ റിലേറ്റ് ടു സോഹൻ? ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ ടൈപ്പ്, ഓക്കെ, കോൺവെർസേഷൻ ടൈപ്പ് എന്താ, ബ്ലഡ് റിലേഷൻഷിപ്പ് അല്ലേ, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. സെന്റൻസ് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, എന്താ പറയുന്നത്, പോയിന്റിംഗ് ടു രാഹുൽ. ഓക്കെ, രാഹുൽ നോക്കി ആര് പറയുന്നത്, സോഹൻ പറയുവാണ്. ഓക്കെ, എന്താ, ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്സ് ഓൺലി ഡോട്ടർ. എന്താണ്, എൻ്റെ ഭാര്യയുടെ, ഓക്കെ, എൻ്റെ ഭാര്യ, സോഹൻ്റെ വൈഫിൻ്റെ ഒരേ ഒരു മകളുടെ ഹസ്ബൻഡാണ് ആര്, രാഹുൽ. സോഹൻ പറയണം. ഓക്കെ, സോഹൻ പറയുവാണ് എന്താ, ഹീസ് ദ, അതായത് രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, ഹീസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ് ഓൺലി ഡോട്ടർ. അപ്പോൾ മനസ്സിലാകും, സോഹൻ്റെ വൈഫിൻ്റെ ഓക്കെ ഒരേ ഒരു ഡോട്ടർ, ഒരു മകളുണ്ട്. ആ ഡോട്ടറിൻ്റെ ഓക്കെ ആരാണ്, ഹസ്ബൻഡാണ് ആര്, രാഹുൽ. ഓക്കെ, ഹസ്ബൻഡാണ് രാഹുൽ. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യം എന്താണ്, ഹൗ ഈസ് രാഹുൽ റിലേറ്റഡ് സോഹൻ? രാഹുൽ എന്താകും, സോഹൻ്റെ ആരാണ് എന്ന് കണ്ടെത്തണം. മനസ്സിലാൻ പറ്റും, സോഹൻ്റെ മകള് തന്നെയാണ് സോഹൻ്റെ വൈഫിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഡോട്ടറിൻ്റെ ഹസ്ബൻഡാണ് രാഹുൽ. അങ്ങനെയെങ്കിൽ രാഹുൽ സോഹൻ്റെ ആരായിരിക്കും, ഉറപ്പായിട്ടും സണ്ണിൻലോ, മരുമകനിലെ സണ്ണിൻലോയാണ്. ഓപ്ഷൻ 4 സണ്ണിൻലോ. ഉണ്ടോ, സിമ്പിൾ ചോദ്യമാണ്. ഇതും പറഞ്ഞാൽ അത്യാവശ്യം ഈ പറയുന്ന റിലേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരച്ച് നോക്കാൻ, ഫാമിലി ട്രീ വരയ്ക്കാതെ ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ശരി, മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ സീരീസ്. ഓക്കെ, 0, 6, 20, 42 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമ്മുടെ നമ്പർ സീരീസ്. ഓക്കെ, നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാര്യം കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഈ മിസ് നമ്പർ ആയിരുന്നു കണ്ടെത്തണം. അപ്പോൾ നോക്കുമ്പോൾ നമ്പേഴ്സിന് വലിയ വ്യത്യാസമില്ല അല്ലേ. ഇതൊരു ഇൻക്രീസിങ് സീരീസ് ആണ്.
നമ്പേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതിയാവും അല്ലേ. ഡിഫറൻസ് എടുത്ത് നോക്കാം. 0, 6, 20, 42. ഓക്കെ, നെക്സ്റ്റ് നമ്പർ കണ്ടെത്തണം. അപ്പോൾ എങ്ങനെ 0 6 ഒരു 6 ആഡ് ചെയ്തു, 6 20 അവിടെ ഒരു 14 ആഡ് ചെയ്തു അല്ലേ, 14 ആഡ് ചെയ്തു. 20 42 അവിടെ ഒരു 22 ആഡ് ചെയ്തപ്പം 42. അങ്ങനെയെങ്കിൽ അടുത്ത ഏത് സംഖ്യ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കിട്ടിയ ഡിഫറൻസ് 6, 14, 22. അപ്പോൾ അവർ നമ്മൾ എന്തെങ്ങനെ മനസ്സിലാക്കാം, ഒന്നെങ്കിൽ ഈ എടുക്കുന്ന ഡിഫറൻസ് ചിലപ്പോൾ സ്ക്വയറുകളോ ക്യൂബുകളൊക്കെ വരാം. ഓക്കെ, അല്ലെങ്കിൽ ആ കിട്ടിയ ഡിഫറൻസുകൾക്ക് എങ്ങനെ പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് ഇപ്പോൾ എടുത്ത ഡിഫറൻസുകളുടെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കുക. 6 ഇങ്ങനെ 14 ഒരു 8 കൂട്ടിയും 14. അതുപോലെ ഈ 14 22 അവിടെയും ഒരു 8 തന്നെ ആഡ് ചെയ്തു അല്ലെ. 14 + 8 22. അങ്ങനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8 ആഡ് ചെയ്യണം. 22 + 8 എത്ര കിട്ടും, 30 കിട്ടും. ആ 30 വേണം ഇവിടെ കൊണ്ട് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ 42 + 30 72. 72 ആൻസർ ഓപ്ഷനകത്തുണ്ട്. ഓപ്ഷൻ 1 72. കണ്ടോ, ക്ലിയർ ആണ്, സിമ്പിൾ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് പാസ്പോർട്ട് ഈസ് കോഡ് ആസ് RCUUNMPR. ഹൗ ഈസ് പാൻഡമിക് റിട്ടേൺ ഇൻ ദ സെയിം കോഡ് ലാംഗ്വേജ്. ഓക്കെ, അപ്പം നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലേ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കാര്യം. കോഡ് ഡീകോഡിങ്ങും അതുപോലെ നമ്പർ സീരീസും അത്യാവശ്യം വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നത്, പാസ്പോർട്ട് എന്ന വാക്കിൻ്റെ കോഡാണ് ഈ തന്നിരിക്കുന്ന RCWNMPR. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ഈ ടൈപ്പ് കോഡിംഗോട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അല്ലെങ്കിൽ ലെറ്റർ അനലോഗിയോട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇവിടെ ആദ്യം ഓപ്പോസിറ്റ് പേയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓപ്പോസിറ്റ് പേയേഴ്സ് ഉണ്ടെങ്കിൽ ഡാറ്റ അത് വെച്ച് കമ്പയർ ചെയ്ത് പോയാൽ മതി. ഓപ്പോസിറ്റ് പേയേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ പിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റർ ആരാണ്, പിയുടെ ഓപ്പോസിറ്റ് കെ ആണ്. ഓക്കെ, KP ആണ് ഓപ്പോസിറ്റ് പേയേഴ്സ്. എയുടേത് Z ആണ്, എസിൻ്റെത് H ആണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഓപ്പോസിറ്റ് പേയേഴ്സ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ പാസ്പോർട്ട് എന്ന വാക്ക് എടുക്കുന്നു. വീണ്ടും ഒരു കാര്യം പറയാം, ഒരു കാരണവശാലും പാസ്പോർട്ട് എന്ന് എഴുതി നിങ്ങൾ അവിടെ സമയം കളയരുത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത് എഴുതേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി, അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, P16 ആണ്, A1, S19, വീണ്ടും S19, P16, O15, R18, T20. ഓക്കെ, T20. ഓക്കെ, കറസ്പോണ്ടിങ് കോഡിൻ്റെയും എന്താ നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, അവിടെയും വീണ്ടും RCW എന്ന സമയം കളയരുത്, നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. R18 ആണ്, C3, U21, U21, N14, M13, P16, R18. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ 16, 18 അവിടെ 2 കൂടി അല്ലേ. 1, 3 അവിടെ വീണ്ടും 2 ആഡ് ചെയ്തു. 19, 21 അതും 2 ആഡ് ചെയ്തു. വീണ്ടും 19, 21 അതും 2 ആഡ് ചെയ്യുന്നു. എന്നാൽ അടുത്ത 16, 14 അത് -2 ആണ് അല്ലേ. വീണ്ടും -2, 15 - 2 13, 18 -2 16, 20 -2 18. ഇവിടെ മനസ്സിലായില്ല. അപ്പോൾ ആദ്യത്തെ 4 ലെറ്റേഴ്സ് എല്ലാം +2 പിന്നീടെല്ലാം -2 ആണ്. ഓക്കെ, ക്ലിയർ അല്ല. അപ്പോൾ കോഡ് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക, നമുക്ക് പാൻഡമിക് എന്ന വാക്കിൻ്റെ കോഡ് വേണം. അവിടെ കോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കറക്ഷൻ വീണ്ടും പാൻഡമിക് എന്ന് ഫുൾ എഴുതുകയോ അല്ലെങ്കിൽ ഫുൾ കറസ്പോണ്ട് നമ്പേഴ്സും എഴുതേണ്ട കാര്യമില്ല. നമുക്കിനി എന്ത് ചെയ്യാം, ഓപ്ഷൻസ് വെച്ചും എന്താ മാക്സിമം പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം P ആരാ, 16 ആണ്. ഓക്കെ, വീണ്ടും പറയാം ഇങ്ങനെ P സമയം കളയരുത്, 16 മാത്രം എഴുതിയാൽ മതി. +2 ചെയ്യുമ്പോൾ 18 ആണ്. 18 ആരാ, ലെറ്റർ R ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 1 ഒഴിവാക്കാം, ഓപ്ഷൻ 4 ഒഴിവാക്കണ്ടോ. അവിടെ R അല്ല, Qയും Sഉം ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ 1ഉം 3ഉം ഉണ്ട്. അവിടുത്തെ നോക്കിയേ, ഇത് ലാസ്റ്റ് ലെറ്റേഴ്സ് രണ്ടിടത്തും വ്യത്യാസമായത് കാരണം പാൻഡമിക് എന്ന വാക്കിൻ്റെ അവസാന ലെറ്ററായ സിയുടെ കറസ്പോണ്ടിങ് കോഡ് മാത്രം കണ്ടെത്തിയാൽ മതി അല്ലേ. സി എന്ന് പറയുന്ന ആളാരാ, 3ാമത് ലെറ്റർ ആണ്. അവിടെ എന്ത് ചെയ്യണം, അവിടെ -2 ലാസ്റ്റ് കണ്ടോ, ലാസ്റ്റ് -2 ആണ്. അപ്പം -2 ചെയ്യണം. 3 - 2 1 ആണ്. അത് ലെറ്റർ A ആണ് അല്ലേ. അപ്പോൾ എയിൽ അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1 അല്ല, അത് ഓപ്ഷൻ 3 ആണ്. കണ്ടോ. അപ്പം ഇങ്ങനെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ സമയം കണ്ട ആ കാര്യം നമുക്കില്ല. എത്ര പേന ഒഴിവാക്കണം അത്ര സമയം ലാഭം കിട്ടും. അത് എപ്പോഴും അവെയർ ആയിരിക്കുക. ക്ലിയർ അല്ലേ. ശരി, മുന്നോട്ട് പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. In the question, a statement is given followed by 2 arguments, 1 and 2. You have to consider the statement to be true even if it seems to be at variance from commonly known facts. You have to decide which of the given arguments, if any, is a strong argument. Okay, clear അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു ഷിഫ്റ്റിനകത്ത് സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സിനകത്ത് എങ്ങനെയാണ് ആർഗ്യുമെന്റ്സ് തരുന്ന ആർഗ്യുമെന്റ്സ് സ്ട്രോങ് അല്ലെങ്കിൽ എങ്ങനെ വീക്ക് എന്നുള്ള കാര്യം കണ്ടെന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
ആ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ആ സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നിരിക്കുന്ന ആർഗ്യുമെന്റ്സ് ആരൊക്കെയാണ് സ്ട്രോങ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് കണ്ടെത്തണം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിരുന്നു ബേസിൽ കണ്ടെത്തേണ്ടത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതനുസരിച്ച് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരി, അപ്പോൾ സെയിം എന്താ പറയുന്നത്, ഷുഡ് ദെയർ ബി എ പ്ലാസ്റ്റിക് ബാൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിക്കണമോ എന്ന രീതിയിലാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ ആർഗ്യൂ ചെയ്തുകൊണ്ട് എന്താ ഇവിടെ ഒരു ആർഗ്യുമെന്റ് അനുകൂലിച്ച് മറ്റൊന്ന് പ്രതികൂലിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഫോളോ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് വരുന്ന ആർഗ്യുമെന്റ് ആയിരുന്നു കണ്ടെത്തണം. ശരി, ഫസ്റ്റ് വൺ, യെസ്, ബിക്കോസ് ഓഫ് പ്ലാസ്റ്റിക് യൂസസ് പൊല്യൂഷൻ ഇൻക്രീസസ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കാരണം പൊല്യൂഷൻ വർദ്ധിച്ചു വരും ഉറപ്പായിട്ടും, അല്ലേ? അതെന്തായിരിക്കും നമുക്കറിയാൻ തരുന്നത് തന്നെയാണല്ലേ, അത് സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണല്ലേ. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക്സിന്റെ നിരോധനം കൊണ്ടുവരണം. കാര്യം പ്ലാസ്റ്റിക് എന്താണ്, പൊല്യൂഷൻ ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യും, സംശയമില്ല. അതുകൊണ്ട് ഫസ്റ്റ് വൺ സ്ട്രോങ് ആണ്. സെക്കൻഡ് വൺ പ്രതികൂലിച്ചുള്ള ആർഗ്യുമെന്റ് ആണ്, നോ കളർഫുൾ തിങ്സ് ക്യാൻ ബി മെയ്ഡ് ഫ്രം പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൽ നിന്ന് പല കളർഫുൾ തിങ്സും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു ആർഗ്യുമെന്റ് സ്ട്രോങ് ആണോ? ഒരിക്കലുമല്ല, അത് സ്ട്രോങ് അല്ല, അത് വീക്ക് ആർഗ്യുമെന്റ് ആണ്, അല്ലേ? അപ്പോൾ അവർക്ക് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയണം. ഇവിടെ എന്താ നമുക്കറിയാം, ഈ പറഞ്ഞ കളർഫുൾ തിങ്സ് പ്ലാസ്റ്റിക് കൊണ്ട് മാത്രമല്ല മറ്റു പല രീതിയിലും ഉണ്ടാക്കാൻ സാധിക്കുന്ന കേസാണ്. അപ്പോൾ അതൊരിക്കലും സ്ട്രോങ് എന്ന് പറയാൻ സാധിക്കില്ല, അത് വീക്കാണ്, അല്ലേ? അത് കാരണം രണ്ടാമത്തെ ഫോളോ ചെയ്യില്ല. ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ 2, ഓൺലി വൺ ഫോളോസ്. ആക്ച്വലി വൺ മാത്രമാണ് അവിടെ സ്ട്രോങ് ആർഗ്യുമെന്റ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. കോർട്ട് ഈസ് ടു ജസ്റ്റിസ് ഈസ് യൂണിവേഴ്സിറ്റി ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പം നമ്മുടെ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ആക്ച്വലി ഷിഫ്റ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇവിടെ എന്താ ആക്ച്വലി വേർഡ് അനലോഗിയാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്പർ അനലോഗി ആയിരുന്നു. ഇവിടെ വേർഡ് അനലോഗി വരുന്നു, അത്രേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാര്യം ഈ അനലോഗി തന്നെ നമ്പർ അനലോഗി ഉണ്ട്, വേർഡ് അനലോഗി ഉണ്ട്, ലെറ്റർ അനലോഗിയും വരുന്നുണ്ട്. അപ്പം കുറേ ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി എന്താ പറയുന്നത്, കോർട്ട് ഈസ് ടു ജസ്റ്റിസ്. എങ്ങനെയാണ് ഫസ്റ്റ് ടൈമായ കോർട്ട് ജസ്റ്റിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ എന്താണ് യൂണിവേഴ്സിറ്റി കറസ്പോണ്ടിങ് വരുന്ന ഉത്തരം വേണം. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റും, കോർട്ട് അല്ലേ, കോടതി, അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു, ജസ്റ്റിസ്, നീതി ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് കിട്ടും, ഉറപ്പായിട്ട് നമുക്ക് ഡിഗ്രി. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് അല്ല, സ്കൂളല്ല, കോളേജല്ല, നമുക്ക് അവിടെ നിന്ന് കിട്ടും, ഡിഗ്രി ലഭിക്കും, അല്ലേ? ഉറപ്പായിട്ട് ഓപ്ഷൻ 1 തന്നെ, സിമ്പിൾ ചോദ്യമാണ്. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 10, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഡ് വൺ ഔട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ആക്ച്വലി എന്താ, നമ്പേഴ്സ് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. ശരി, അപ്പം 21, 11, 33, 15, 31, 16, 33, 17. അപ്പം ഇവിടെ 2 നമ്പേഴ്സ് വീതമാണ്, അല്ലെ, ഓരോ ഓപ്ഷനകത്തുള്ളത്. അപ്പോൾ അവർ തമ്മിൽ ബേസ്ഡ് റിലേഷൻ ഉണ്ടാകണം. അതേപോലെ എന്താണ്, 3 ഓപ്ഷൻസിൽ, അല്ലെ, 3 പേർക്ക് സെയിം പാറ്റേൺ, ഒരാൾ വ്യത്യസ്തമായിരിക്കണം. ആ വ്യത്യസ്തനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എങ്ങനെ 21, 11 റിലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഇവർ വ്യത്യാസമല്ല, ഡിഫറൻസ് എടുത്ത് നോക്കാം. കാര്യം ഇടയ്ക്ക് ഒരു ഹൈഫനാണ്, നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഡിഫറൻസ് 10 ആണ്, ഇവിടെ എത്ര വരുന്നുണ്ട്, 18 വരുന്നുണ്ട്, ഇവിടെ എത്ര വരുന്നുണ്ട്, 15 വരുന്നു, ഇവിടെ 16. അപ്പം ഡിഫറൻസ്, അപ്പം എല്ലാം വ്യത്യസ്തമായ നമ്പേഴ്സ് ആണ്. അവിടെ 3 വരെ പാറ്റേൺ ഇല്ല. അപ്പം ഈ ഡിഫറൻസ് ഇവിടെ വർക്ക് ചെയ്യില്ല. അടുത്ത മാർഗം നോക്കുക. അപ്പോൾ 21 15 റിലേഷൻ പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം, രണ്ടാമത്തെ നമ്പർ 11 × 2 -1 അല്ലേ 21, അല്ലേ? 22 -1 21. അടുത്ത് നോക്കാം. ഓക്കെ, 15. ഓക്കെ, 15 × 2 30 ആണ്. -1 ആക്ച്വലി ആരാ, 29 ആണ് കിട്ടുന്നത്. അവിടെ പക്ഷേ 33 അല്ലേ കിടക്കുന്നു. നമുക്ക് അടുത്ത ഓപ്ഷൻ 3 നോക്കുമ്പോൾ സെക്കൻഡ് ടൈം 16 ആണ്, × 2 ചെയ്യുമ്പോൾ 32 ആയി. -1 തന്നെയാണ്, 31 കിട്ടുന്നത്, കുഴപ്പമില്ല. അതുപോലെ ലാസ്റ്റ് 17 × 2 34, -1 ആണ് ഫസ്റ്റ് നമ്പർ 33 കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉം 4ഉം സെയിം പാറ്റേൺ ആണ്. ഒരാൾ മാത്രമാണ് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് നിൽക്കുന്നത്. അത് കാരണം നമ്മുടെ ഓടുമാൻ ആരാ, ഓപ്ഷൻ 2 ആണ്. അപ്പോൾ നമ്പേഴ്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി എപ്പോഴും പറഞ്ഞ പോലെ നമ്പേഴ്സിൽ ബന്ധപ്പെട്ട നമ്പർ സീരീസ്, നമ്പർ അനലോഗി, നമ്പർ ഓഡ് മാൻ ഔട്ട്, നമ്പർ പസിൽസ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പേഴ്സ്, ഇതൊക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയ. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ഇൻ എ സർട്ടൻ കോഡ് G is written as 21 and game is written as 86, how basic written in that code. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിങ് ആൻഡ് ഡീകോഡിങ്, അല്ലേ, കോഡിങ് ആൻഡ് ഡീകോഡിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഷിഫ്റ്റിലെ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ടോപ്പിൽ ചോദിച്ചത്, അല്ലേ? ടോപ്പിൽ ഓർക്ക് കോഡ് ഡീകോഡിങ്, നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, G എന്ന ലെറ്ററിന് പകരം 21 കൊടുക്കുന്നു. അതുപോലെ ഗെയിം എന്ന വാക്കിന് പകരം അവിടെ എന്താ 86 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെ ജീനെ നമുക്ക് 21 ആക്കാൻ പറ്റും? ഓക്കെ, നമുക്ക് G ഏഴാമത്തെ ലെറ്റർ ആണ്.
പ്ലസ് 14 കൂട്ടിയാൽ 21 പ്ലസ് 14 കൂട്ടിയാൽ 21 ആവും അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായാലും മനസ്സിലാൻ പറ്റും ഇവിടെ ഓരോ കോഡും അല്ലേ നമ്പേഴ്സ് ആയത് കാരണം കറസ്പോണ്ട് നമ്പേഴ്സ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്പർ എടുക്കുമ്പോൾ G7 ആണ്, പ്ലസ് 14 ആകുമ്പോൾ 21 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഗെയിം എന്ന വാക്ക് എടുക്കുമ്പോൾ G7 ആണ്, A1 M13 E5 നമുക്ക് എന്ത് ഇവിടെ എല്ലാം നേരത്തെ ചെയ്തതുപോലെ 14 വീതം കൂട്ടി നോക്കാം. 14 വീതം കൂട്ടുമ്പോൾ G21 ആകും. ഒന്നിനൂടെ 14 കൂട്ടിയാൽ 15 ആണ്. ഓക്കെ, 13 14 കൂട്ടിയാൽ 27 വരും. 5 14 കൂട്ടിയാൽ 19 വരും അല്ലേ? ഈ നമ്പേഴ്സ് കൂട്ടിൽ 86 ഉണ്ടോ നോക്കിക്കേ. 21 പ്ലസ് 15 36, 36 പ്ലസ് 27 എത്ര വരും? 63 വരും. 63 പ്ലസ് 19 84 ഉള്ളൂ, 86 ഇല്ല. ഉണ്ടോ? 86 വരുന്നില്ല. അപ്പം മനസ്സിലാൻ പറ്റും ഇവിടെ 14 കൂട്ടിയിട്ട് പ്രയോജനമില്ല അല്ലെ? ഇവിടെ എല്ലാം 14 കൂട്ടിയിട്ട് ചെയ്തിട്ട് പ്രയോജനം. അടുത്ത മാർഗം നോക്കണം. അങ്ങനെയെങ്കിൽ വീണ്ടും ആലോചിച്ച് നോക്കുക, G എന്ന ആളെ നമുക്ക് എങ്ങനെ 21 ആക്കാൻ സാധിക്കും? ഓക്കെ, അപ്പം ഓർക്കുക അവിടെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് പേസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജിയുടെ ഓപ്പോസിറ്റ് പേര് ആരാ? ടി ആണ്. അത് കറസ്പോണ്ട് നമ്പർ എടുത്ത 20 ആണ്. അയാളുടെ കൂടെ 1 കൂട്ടിയപ്പോൾ 21 ആയി. കണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഗെയിം എന്ന വാക്കിൻ്റെ ഓരോ ലെറ്റേഴ്സുകളെ ഓപ്പോസിറ്റ് പേര് എടുത്താൽ ജിയുടേത് ടി ആണ്, എയുടേത് ഇസഡ് ആണ്, എമ്മിൻ്റെത് എൻ ആണ്, ഇയുടേത് വി ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് പേസ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ടി 20 പ്ലസ് 1 ചെയ്യുമ്പോൾ 21 ആകും. ഇസഡ് 26 പ്ലസ് 1 ചെയ്യുമ്പോൾ 27 ആകും. എൻ 14 പ്ലസ് 1 ചെയ്യുമ്പോൾ 15 വരും. വി 22 ആണ്, പ്ലസ് 1 ചെയ്യുമ്പം 23 വരും. ഇതെല്ലാം കൂട്ടുമ്പോൾ 86 ഉണ്ടോ കുഞ്ഞുങ്ങൾ? 86 ഉണ്ടോ? 21 27 48 48 15 63 86 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എടുത്തിട്ട് അവിടെ പ്ലസ് 1 ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തുവാണ് നമുക്ക് ബേസിക് എന്ന വാക്കിൻ്റെ കോഡ് വേണം. ഇവരെ കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് പേര് എടുത്താൽ ബിയുടെ ഓപ്പോസിറ്റ് വൈ ആണ്. എയുടേത് ഇസഡ് ആണ്, എസിൻ്റെത് എച്ച് ആണ്, ഐയുടേത് ആരാ? വി ആണ്. സോറി, ഐയുടേത് ആറാണ്. സിയുടേത് ആരാ? എക്സ് ആണ്. ഓക്കെ, സിയുടേത് എക്സ് ആണ്. അങ്ങനെയെങ്കിൽ എന്താ അവരെ കറസ്പോണ്ടിങ് നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യണം അല്ലേ? ഇപ്പോൾ വൈ 25 അത് 26 ആകും. ഇസഡ് 26 അത് 27 ആകും. എച്ച് 8 അത് 9 ആകും. 6 18 അത് 19 ആകും. എക്സ് 24 അത് 25 ആകും. ഇതെല്ലാം കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം അല്ലേ? എത്ര? 26 27 53 9 62 62 19 81 25 എത്രയാണ്? 106 കിട്ടും. ഓപ്ഷൻ 3 106 കിട്ടും. കറക്റ്റായിട്ട് കൂട്ടി ആഡ് ചെയ്യുക, സമയം കളയരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? 26 27 എത്രയാണ്? 53 9 62 10 72 9 പറയുമ്പോഴത്തേക്ക് 81 25 സംശയമില്ല 106 തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്നാൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ കോഡ് ആ ലോജിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ഓരോ ലെറ്റേഴ്സിലെ ഓപ്പോസിറ്റ് പേസും അത്യാവശ്യം പഠിച്ച് വെച്ചിരിക്കണം. അത്യാവശ്യം പഠിച്ചു വെച്ചാൽ മാത്രമേ കുറച്ചുകൂടി ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആ ലെവലിൽ പ്രാക്ടീസ് ശ്രമിക്കുക. ശരി, മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 12. A series given with one term missing. Select the correct alternative from the given ones that will complete the series. Okay, അപ്പോൾ നമ്മുടെ ലെറ്റർ സീരീസിൽ ബന്ധപ്പെട്ട ചോദ്യമാണ്. എപ്പോഴും പറഞ്ഞ പോലെ ലെറ്റേഴ്സിലെ കറസ്പോണ്ട് നമ്പേഴ്സ് അറിയാമെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പം ഇവിടെ ACCDEEGF അടുത്ത സെറ്റ് ആരാണ് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഓർക്കുക, ഇവിടെ ഈ ചോദ്യത്തിനകത്ത് 2 ലെറ്റേഴ്സ് വീതമുള്ള ഗ്രൂപ്പാണ്. ചിലപ്പോൾ 3 4 ലെറ്റേഴ്സുള്ള ഗ്രൂപ്പുകൾ വരും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനകത്ത് എപ്പോഴും ആയിരിക്കും ഫസ്റ്റ് ലെറ്റേഴ്സ്. ഓക്കെ, എപ്പോഴും ഓരോ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും ബേസിക്കലി എന്താ പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ A1 ആണ്, C3, E5, G7 എന്താണ്? എല്ലായിടത്തും 2 വീതം കൂടിപ്പോയി അല്ലേ? 1 + 2 3, 3 + 2 5, 5 + 2 7, 7 + 2 9 വരണം. നമ്മൾ ഉത്തരമായിട്ട് ഫസ്റ്റ് 9 ആരാ? കറസ്പോണ്ടിങ് I ആണ്. I ലിസ്റ്റ് ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ കൺഫേം ചെയ്യാം. എന്നാൽ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ സെക്കൻഡ് ലെറ്റേഴ്സ് CDI DEI EFI F എന്താകും? G ആകണ്ടോ? IG തന്നെയാണ്, ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം സമയം എടുക്കരുത്. ഇങ്ങനെ എഴുതി നോക്കാൻ സമയം ആവശ്യമില്ല. നമ്പേഴ്സ് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. In the question, a statement is given followed by 2 arguments 1 and 2. You have to consider the statements to be true even if it seems to be a variance from commonly known facts. You have to decide which of the given arguments, if any, is a strong argument. Okay, അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സ് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ?
അപ്പം ഈ ഷിഫ്റ്റിലെ കണ്ടോ രണ്ടാമത്തെ ഈ ഷിഫ്റ്റിലെ സെക്കൻഡ് ചോദ്യമാണ് ഈ ടോപ്പിക്കും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് അല്ലെങ്കിൽ ക്വസ്റ്റിനെ അനുകൂലിച്ചും അല്ലെങ്കിൽ പ്രതികൂലിച്ചും അല്ലേ, ഇവിടെ രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് നമുക്ക് ആക്ച്വലി വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ആർഗ്യുമെന്റ്സ് നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഷുഡ് വെജിറ്റേറിയൻ ഫുഡ് ബി ബാൻഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എന്താണ് വെജിറ്റേറിയൻ ഫുഡ് എന്താണ് ബാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിലാണ് ചോദ്യം. ഓക്കെ, ചെയ്യണമോ എന്ന രീതിയിലാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതുക. എന്നിട്ട് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്, ഒന്ന് പ്രതികൂലിച്ചും ഒന്ന് അനുകൂലിച്ചുമുണ്ട്. അപ്പം ഇതിൽ തന്നിരിക്കുന്ന ആർഗ്യുമെന്റ്സ് ആരാണ് സ്ട്രോങ് എന്ന് കണ്ടെത്തണം. ശരി, ഫസ്റ്റ് നോക്കി, നോ എവരിബഡി ക്യാൻ ബൈ വെജിറ്റേറിയൻ ഫുഡ് ആസ് ഇറ്റ് ഈസ് അഫോർഡബിൾ. എന്താണ് ഇത് ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം എല്ലാവർക്കും വെജിറ്റേറിയൻ ഫുഡ് എന്താണ് മേടിക്കാൻ സാധിക്കും, കാര്യം അതിന് എന്താണ് നമുക്ക് താങ്ങാനാകുന്ന വിലയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും മേടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ആർഗ്യുമെന്റ് എന്താണ് സ്ട്രോങ് ആണോ വീക്ക് ആണോ? ഇത് ഉറപ്പായിട്ടും സ്ട്രോങ് അല്ലേ, കാര്യം നമുക്കറിയാം ഉറപ്പായിട്ടും വെജിറ്റേറിയൻ ഫുഡ് ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം നമുക്ക് എല്ലാ ആളുകൾക്കും വെജിറ്റേറിയൻ ഫുഡ് വില കുറവായത് നമുക്ക് മേടിക്കാൻ സാധിക്കും, അതുകൊണ്ട് ഫസ്റ്റ് വൺ സ്ട്രോങ് എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് നോക്കാം, യെസ് പ്രോട്ടീൻ ഈസ് ഫൗണ്ട് ഇൻ സ്മോൾ അമൗണ്ട്സ് ഇൻ വെജിറ്റേറിയൻ ഫുഡ്. പ്രോട്ടീൻ്റെ അളവ് വെജിറ്റേറിയൻ ഫുഡിൽ വളരെ കുറവായിട്ട് വളരെ എന്താണ് അതിൻ്റെ അളവ് വളരെ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ബാൻ ചെയ്യണമോ? ഒരിക്കലും അത് എന്താണ് സ്ട്രോങ് ആർഗ്യുമെന്റ് അല്ല, ഒരു വീക്ക് ആർഗ്യുമെന്റ് അല്ലേ. പ്രോട്ടീൻ്റെ അളവ് കുറവാണെന്ന് കരുതിയിട്ട് നമുക്ക് ഒരു കാരണവശാലും വെജിറ്റേറിയൻ ഫുഡ് ബാൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ, കാര്യം നമുക്ക് വെജിറ്റേറിയൻ ഫുഡിൽ മറ്റ് എന്താണ് വൈറ്റമിൻസും ഫൈബറൊക്കെ കിട്ടുക ഒരു കാരണവശാലും ഈ പ്രോട്ടീൻ്റെ അളവ് കാരണം നമുക്ക് എന്താണ് വെജിറ്റേറിയൻ ഫുഡ് ബാൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് കാരണം രണ്ടാമത്തെ വീക്കാണ്. ഉത്തരം എന്ത് കിട്ടുന്നു? ഓപ്ഷൻ 1 അല്ലേ, ഓൺലി 1 ഫോളോസ്. ഓക്കെ, ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14, വിച്ച് അസംപ്ഷൻസ് ആർ ഇംപ്ലൈഡ് ഫ്രം ദ ഗിവൺ ബിലോ സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ജഡേജ ടുക്ക് 3 വിക്കറ്റ്സ് ആൻഡ് സ്കോർഡ് 55 നോട്ട് ഔട്ട് ഇൻ ടുഡേസ് മാച്ച്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, രണ്ട് അസംപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ആരാണ് ഇംപ്ലിസിറ്റ് എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംപ്ഷൻസ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംപ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം അസംപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇപ്പോൾ നോർമലി സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ കമ്പയർ ചെയ്യുമ്പോൾ അസംപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പല കാര്യങ്ങളും അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് ആകുമ്പോൾ നമ്മളൊന്നും അസ്യൂം ചെയ്യാൻ പാടില്ലെന്നാണല്ലേ പഠിച്ചിട്ടുള്ളത്. ഒരിക്കലും എന്താണ് കൺക്ലൂഷൻ വരുമ്പോഴത്തേക്ക് ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. എന്നാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാൻ സാധിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഓപ്ഷൻ കണ്ടോ, ഇംപ്ലിസിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇംപ്ലിസിറ്റിന്റെ മീനിങ് ഈ ഒരു ചോദ്യത്തോട് ബന്ധപ്പെട്ട് അത് ട്രൂ എന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇംപ്ലിസിറ്റ് ട്രൂവും എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ ഓക്കെ, എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ അത് ഫോൾസ്. ഓക്കെ, ഫോൾസ് എന്നാണ് നമ്മുടെ ഈ ടോപ്പിക്കോട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ശരി, അപ്പം എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ജഡേജ ഇന്നത്തെ മാച്ചിൽ 3 വിക്കറ്റും എടുത്തിട്ടുണ്ട്, അതുപോലെ 55 റൺ നോട്ട് ഔട്ട് ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി, ഫസ്റ്റ് അസംപ്ഷൻ എടുക്കാം, ജഡേജ വാസ് ദ മാൻ ഓഫ് ദ മാച്ച്. ഓക്കെ, ആ കളിയുടെ എന്താണ് ആ മാച്ചിന്റെ മാൻ അല്ലെങ്കിൽ ആ കളിയിൽ നന്നായിട്ട് കളിച്ച വ്യക്തി ജഡേജയാണ്. അതുകൊണ്ട് ആ ഒരു അവാർഡ് ജഡേജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസംപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് നമുക്ക് ഫോളോ ചെയ്യുന്ന പറഞ്ഞില്ല, നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം ഓൾറെഡി അവൻ 3 വിക്കറ്റും 55 റൺസും എടുത്തത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് മാൻ ഓഫ് ദ മാച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പം അത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമല്ലോ, ഉറപ്പായിട്ടും പറ്റും. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആണ്. സെക്കൻഡ് വൺ, ജഡേജ വാസ് ഇഞ്ചേർഡ്. ജഡേജയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ഒരിക്കലും അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ പരിക്കിനെ പറ്റിയൊന്നും സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. ഒരു അംശം രണ്ടാമത്തെ ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് അല്ല, അല്ലെങ്കിൽ ട്രൂ അല്ല. അത് കാരണം ഫസ്റ്റ് വൺ മാത്രമാണ് ട്രൂ ആയിട്ടുള്ള അസംപ്ഷൻ. ഉറപ്പായിട്ടും ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15, ഫൈൻഡ് ദ നമ്പർ റിലേറ്റഡ് ടു എ ഗിവൺ നമ്പർ. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന 3 നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ആ നമ്പർ ഈ 3 നമ്പേഴ്സിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഓപ്ഷൻ ആരെന്ന് കണ്ടെത്തണം. ഓക്കെ, നമ്പേഴ്സ് ഒരാൾ 61, ഒരാൾ 19, ഒരാൾ 31 ഓപ്ഷൻസ് 27 ഉണ്ട്, 79 ഉണ്ട്, 16 ഉണ്ട്, 33 ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 3 നമ്പേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആരായിരിക്കും? ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ നമ്പേഴ്സ് ആക്ച്വലി ആരാ? ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലേ? പ്രൈം നമ്പേഴ്സ് ആണ്. 61, 19, 30 പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷനകത്ത് 79 ആണ് മറ്റൊരു പ്രൈം നമ്പർ. ബാക്കിയൊന്നും പ്രൈം നമ്പേഴ്സ് അല്ല. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ചോദ്യമായിരുന്നു. ശരി, മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 60, ഡയറക്ഷൻസ്. The following questions are based on the bar graph given below, which represents Jandhan accounts opened in different years 2010, 11, 12 and 13. All the accounts opened data are in thousands. Okay, ശരി, അപ്പോൾ അതിന് എന്താണ് നമ്മുടെ ചോദ്യം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ബാർ ഗ്രാഫായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 2010, 11, 12, 13 വർഷങ്ങളിൽ
ഈ പറഞ്ഞ ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിച്ച ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അക്കൗണ്ട്സ് ഓപ്പൺഡ് ഇൻ 2010 ആൻഡ് 11 ടു ദ ടോട്ടൽ അക്കൗണ്ട്സ് ഓപ്പൺ ഇൻ 2013. ഓക്കെ, ഇപ്പോൾ 2010ൻ്റെയും 2011ൻ്റെയും കൂടെ സമ്മ്. ഓക്കെ, അതെന്താണ് 2013 കുറച്ചാൽ മതി, ഉത്തരം കിട്ടും. ഓക്കെ, ശരി. ഇപ്പോൾ 2010 ഓക്കെ 2010 എത്ര അക്കൗണ്ട്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്? ഇവിടെ നിൽക്കുന്നതാണ് 52. ഓക്കെ, 52.276 ആണ് ഈ പറയുന്നുണ്ട്. ഓൾ ദ അക്കൗണ്ട്സ് ഓപ്പൺഡ് ഡേറ്റ് ആർ ഇൻ തൗസൻഡ്സ് ആയത് കാരണം എൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്താണ്? ഇവിടെ ഇതിൻ്റെ ഒരു 1000 ഗുണിച്ചാൽ മതി. അപ്പോൾ 52,276 ആണ് 2010. ഓക്കെ, 52,276 അക്കൗണ്ട്സ് 2010 ഓപ്പൺ ആയിട്ടുണ്ട്. 2011 എത്ര അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്? 73.04 എന്ന് പറഞ്ഞാൽ ഇൻ 1000 ആകുമ്പോൾ 73,040 ആകും. 73,040 ആകും. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ഇവരെ സം വേണം അല്ലേ? 6, 11, 3, 5. ഓക്കെ, 1,25,316 ഈ 2 കൊല്ലം കൂടെ ഓപ്പൺ ആക്കിയ അക്കൗണ്ട്സിൻ്റെ എണ്ണം. ഓക്കെ, 2013 എത്രയുണ്ട്? 13 എത്രയുണ്ട്? 142.52 ആണ്. ദാറ്റ് മീൻസ് 1,42,520 ആണ്. ഓക്കെ, ഇപ്പോൾ 2013 1,42,520. നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻസ് എത്താൻ മതിയല്ലോ. ഈ വാല്യൂ അവിടെ നിന്ന് കുറച്ചാൽ മതി. -125,316. ഓക്കെ, ഉറപ്പായിട്ടും എന്താ 10 ആകും. അപ്പോൾ ലാസ്റ്റ് 4 കിട്ടും. 4 ദിവസം ഒറ്റ ഓപ്ഷനുള്ളൂ, കൺഫേം ആണ്, ഓപ്ഷനുമാണ് അല്ലെ? ബാക്കി ചെയ്തുകൊണ്ട് ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ അതും കൂടെ അങ്ങനെ നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി എന്ത് വരും? ഇവിടെ 0, 2, ഓക്കെ 7. ഓക്കെ, ഉറപ്പായിട്ടും 17,204 തന്നെയാണ്, സംശയമില്ല. അപ്പോൾ നമുക്ക് അത് പറയുന്ന 4 വെച്ച് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ശരി, ഇപ്പോൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. സിമ്പിൾ ചോദ്യമാണ്. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ സീരീസ്. ഓക്കെ, വീണ്ടും നമ്പർ സീരീസ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ചോദ്യമാണ് ഷിഫ്റ്റ് ചോദിച്ചിരിക്കുന്നത്. 1, 8, 27, 64. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ആരാണ്? നമ്പേഴ്സ് കണ്ടതിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവരാരൊക്കെയാ? നമ്മുടെ ക്യൂബ്സ് അല്ലേ? കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉള്ള ക്യൂബ്സ് ആണ്. ഇത് 1ൻ്റെ ക്യൂബ്, ആദ്യത്തെ 1ൻ്റെ ക്യൂബാണ്. രണ്ടാമത്തെ 2ൻ്റെ ക്യൂബാണ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് 64. ഉറപ്പായിട്ടും 5ൻ്റെ ക്യൂബ് നമുക്ക് 125 കിട്ടും. ഓപ്ഷനകത്തുണ്ട്, ഓപ്ഷൻ 2. സിമ്പിൾ ചോദ്യമാണ്. എപ്പോഴും ഓർക്കുക, ക്യൂബ്സ് ഓക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു ഏരിയ ആണ്. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമ്പർ സീരീസിനകത്ത് ക്യൂബ്സിൽ വരാറുണ്ട്, അല്ലെങ്കിൽ നമ്പേഴ്സുകളുടെ ഡിഫറൻസ് ആയിട്ട് ക്യൂബ്സിൽ വരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ തയ്യാറായിരിക്കുക. നമ്പേഴ്സിൽ വ്യത്യാസമായിട്ട് ഡിഫറൻസിലായിട്ട് സ്ക്വയറുകളും ക്യൂബുകളും പ്രൈം നമ്പേഴ്സൊക്കെ വരാൻ പറ്റും. അവരൊക്കെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടും വരാൻ സാധിക്കും. അതൊക്കെ ഒന്ന് അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആൻസറിലേക്ക് എത്താൻ പറ്റും. അതൊന്ന് അവെയർ ആയിരിക്കുക. ശരി, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, if in a certain language hustle is coded as SUHELT, how is texture coded in that code? ഓക്കെ, ഇപ്പോൾ കോഡിങ് ഡീകോഡിങ് ആയിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ചോദ്യമാണ് ഈ ഷിഫ്റ്റിൽ ഇപ്പം ചോദിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ശരി, അപ്പോൾ എന്താ പറയുക? ഹസിൽ എന്ന വാക്കിൻ്റെ കോഡ് SUHELT. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഹസിൽ എന്ന വാക്കിൻ്റെ സെയിം ലെറ്റേഴ്സ് തന്നെയാണ് കോഡിനകത്തുള്ളത്. അപ്പം ലെറ്റേഴ്സുകളെ വെറുതെ റീഅറേഞ്ച് ചെയ്തുകൊണ്ടല്ലേ. അപ്പം എങ്ങനെ ചെയ്തിട്ടുണ്ട്? ഇവിടെ HUSTLക്ക് പകരം അവരെന്ത് ചെയ്തു? SUHELT ആണെങ്കിൽ ഇങ്ങനെയാണ് അവർ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്തത് അല്ലേ? ഇത് പെട്ടെന്ന് ചെയ്താൽ മതി. ഉത്തരം എന്ത് കിട്ടുന്നു? ഉറപ്പായിട്ട് ആദ്യമേ നമുക്ക് എക്സിൽ സ്റ്റാർട്ട് അല്ലേ? ടെക്സ്റ്റർ. ഓക്കെ, ടെക്സ്റ്ററാണ്. ജസ്റ്റ് എഴുതാം, ടെക്സ്റ്ററാണ്. ഉറപ്പായിട്ട് 3 ലെറ്ററായ എക്സ് ആദ്യം വരണം, പിന്നീട് ഇ വരണം, പിന്നെ ടി വരണം. അപ്പോൾ XET ഉള്ളത് 2 ഓപ്ഷൻ 1ഉം 4ഉം ഒഴിവാക്കാം. അടുത്ത വീണ്ടും R ആദ്യം വരണം. R സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ 2 ആണ്, കൺഫേം ആണ് ഓപ്ഷൻ 2. ഓക്കെ, പിന്നീട് ഇ വരും, ലാസ്റ്റ് ടി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. സിമ്പിൾ ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. 6 friends A, B, C, D, E and F are sitting around a circle table facing toward the center. C is not adjacent to A or B. E is in the middle of A and B. F is not an immediate neighbor of B other than F, who is adjacent to C. ഓക്കെ, അപ്പോൾ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ബന്ധപ്പെട്ട ചോദ്യമാണ്. സെന്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പക്കറ്റ് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ എന്താ പറയുന്നത്? 6 പേര്, A മുതൽ F വരെ 6 പേര് സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിങ് ടുവേർഡ്സ് ദ സെന്റർ. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സെന്റൻസ് വായിച്ച് ഉറപ്പ് വരണം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഒരു സർക്കുലർ ടേബിളിന്റെ ഈ 6 പേരും സെന്ററിലേക്ക് സെന്റർ ഇതാണെങ്കിൽ സെന്ററിലേക്ക് ഇങ്ങനെയാണ് 6 പേര് ഫേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സെന്ററിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? എന്താണ്? സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിങ് എവേ ഫ്രം ദ സെന്റർ ആണല്ലേ. അപ്പം
അപ്പോൾ ഉറപ്പായിട്ടും അതനുസരിച്ച് ആളുകൾ ലെഫ്റ്റും റൈറ്റും മാറും അല്ലേ. അപ്പോൾ ഫേസിങ് ടുവേർഡ് സെൻറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അയാളുടെ റൈറ്റ് സൈഡ് ഇവിടെ വരും, ലെഫ്റ്റ് സൈഡ് ഇവിടെ വരും അല്ലേ. ലെഫ്റ്റും റൈറ്റും പക്കറ്റ് മാറി പോകരുത്. ഇനി അവേ ഫ്രം ദ സെൻറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ ലെഫ്റ്റും റൈറ്റും അതനുസരിച്ച് മാറുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ശരി എന്ന് പറയുന്നത് ചോദ്യം സി ഈസ് നോട്ട് അഡ്ജസ്റ്റൻറ്റ് ടു എ ഓർ ബി. സി എന്ന് പറയുന്ന വ്യക്തി എയുടെയും ബിയുടെയും അടുത്തിരിക്കാറില്ല. അതുപോലെ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് എ ആൻഡ് ബി. ഇ എന്ന് പറയുന്ന വ്യക്തി എയുടെയും ബിയുടെയും നടുക്കാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒന്നെങ്കിൽ എ ഇവിടെ വരും, അല്ലെങ്കിൽ ബി ഇവിടെ വരും, അല്ലെങ്കിൽ തിരിച്ചും വരാം അല്ലേ. ഒന്നെങ്കിൽ ബി ഇവിടെ വരാം, അല്ലെങ്കിൽ എ ഇവിടെ വരാം. ഓക്കെ, അപ്പം എ ഇവിടെ ആണെങ്കിൽ ബി ഇവിടെ വരും, ബി ഇവിടെ ആണെങ്കിൽ എ ഇവിടെ വരും. ഉറപ്പായിട്ടും അവരുടെ ഇടയിലാണ് ഈ ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? എന്താ പറയുന്നത്? എഫ് ഈസ് ഓക്കെ. അതുപോലെ ആദ്യം പറയുന്നുണ്ടായിരുന്നു സി ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു എ ഓർ ബി. സി എന്ന് പറയുന്ന വ്യക്തി എയുടെയും ബിയുടെയും അടുത്തിരിക്കാറില്ല. ദാറ്റ് മീൻസ് സിയുടെ സ്ഥാനം ഇപ്പോൾ ഇവിടെ എയും ബി ഈ സ്ഥാനത്ത് രണ്ടത് കൺഫേം ആണല്ലോ. ഒന്നെങ്കിൽ ഇവിടെ എ വരും, ഇവിടെ ബി വരും, അല്ലെങ്കിൽ ഇവിടെ എ വരും, ഇവിടെ ബി വരും. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും സി എന്ന് പറയുന്ന വ്യക്തി എയുടെയും ബിയുടെയും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിയുടെ സ്ഥാനം ഇവിടെ കൺഫേം ആണ്. ഒരിക്കലും സിയുടെയും വരില്ല, ഇവിടെയും വരില്ല. ക്ലിയർ അല്ലേ? ശരി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബി. ബിയുടെ നെയ്ബറായിട്ട് ഒരിക്കലും എഫ് വരില്ല. അതായത് ബി ഇവിടെ ഉണ്ടെങ്കിൽ ബിയുടെ സ്ഥാനം ഇവിടെ ആണെങ്കിൽ എഫ് ഇവിടെ വരത്തില്ല. ഇനി ബിയുടെ സ്ഥാനം ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എഫ് ഇവിടെയും വരില്ല. ദാറ്റ് മീൻസ് എഫ് ഒന്നെങ്കിൽ ഇവിടെയോ ഇവിടെ വരും, നമുക്ക് ഉറപ്പില്ല. എഫിൻ്റെ സ്ഥാനം ഏതെങ്കിലും ഇവിടെയോ ഇവിടെ ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? ചോദ്യം എന്താണ്? അതർ ദാൻ എഫ് ഹു ഈസ് അഡ്ജസൻറ്റ് ടു സി. അതർ ദാൻ എഫ് ഹു ഈസ് അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ സിയുടെ അടുത്ത് എഫ് അല്ലാതെ മറ്റാരാണ് വരുന്നത് അല്ലേ. ദാറ്റ് മീൻസ് എഫ് ഇവിടെ ആണെങ്കിൽ ഓക്കെ, ഇവിടെ ആരായിരിക്കും? ഇപ്പം ഇതിനകത്ത് ബാക്കി മിച്ചമുള്ള ഡി ആയിരിക്കും വരുന്നത് അല്ലേ. അല്ലെങ്കിൽ എഫ് ഇവിടെ ആണെങ്കിൽ ഡി ഇവിടെ വരും. കൺഫേം അല്ല കാര്യം. എയുടെ സ്ഥാനം ഇവിടെ കൺഫേം ആണ്, സിയുടെ സ്ഥാനം ഇവിടെ കൺഫേം ആണ്. എയും ബി ഈ രണ്ട് സ്ഥാനത്ത് കൺഫേം ആണ്. അങ്ങനെയെങ്കിൽ ഡിയും എഫും ഈ രണ്ട് സ്ഥാനത്ത് കൺഫേം ആയിരിക്കുമല്ലോ. അപ്പോൾ എഫ് അല്ലെങ്കിൽ സിയുടെ അടുത്തിരിക്കുന്ന ആരായിരിക്കും? അത് ഡി ആയിരിക്കും അല്ലേ. ഓപ്ഷൻ 1 ഡി ആണ്. കണ്ടോ? ക്ലിയർ ആണ്. സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ആദ്യം സമയം എടുക്കുക, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഓക്കെ, വീണ്ടും നമ്മുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷനെ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, സെയിം പാരഗ്രാഫ് ആണ്, സെയിം പാരഗ്രാഫ് ആണ് അല്ലേ. ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? The following questions are based on the paragraph given below, which represents the Jan-Dhan accounts open different years 2010, 11, 12 and 13. All accounts opened data are in thousands. Okay, clear ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ചോദ്യം എന്താണ്? Find the average of the Jan-Dhan accounts open in 4 years. 4 വർഷം കൊണ്ട് എടുത്ത അക്കൗണ്ട്സിന്റെ ആവറേജ് കാണണം. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം എടുത്ത് ആഡ് ചെയ്യുക, ബൈ 4 ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഡെസിമൽ വാല്യൂ ഉണ്ട്, കൺഫേം ആയിട്ട് ഇവിടെ ആവറേജ് എടുത്തിട്ടുണ്ടാകും അല്ലെ, ബൈ 4 ചെയ്തിട്ടുണ്ടാകും. ശരി, അപ്പോൾ ഇവിടെ ഇൻ തൗസൻഡ്സ് എന്ന് പറഞ്ഞ കാരണം ഈ വാല്യൂ എന്താണ്? 52.276 എന്ന് പറഞ്ഞാൽ 52,276 എഫക്റ്റീവ് വാല്യൂ അല്ലേ. ഈ വാല്യൂസിൻ്റെ അടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ 52,276 പ്ലസ് ഓക്കെ, ഇവിടെ 73.04 73,040 ആണ്. 73,040 ഓക്കെ. ഇവിടെ 152.11 ദാറ്റ് മീൻസ് 1,82,110. ലാസ്റ്റ് 2013 142.52 ആണ്. ദാറ്റ് മീൻസ് 1,42,520. ഇതെല്ലാം കൂട്ടണം, എന്ത് കിട്ടും നമുക്ക്? 6 ഓക്കെ, 14 ബാലൻസ് 1 5 4 9 ഓക്കെ. ഇവിടെ 9, ഇവിടെ എത്രയാണ്? 12 20 24 2 ഓക്കെ. ഇതാണ് ടോട്ടൽ സമയം. 4,49,946 അല്ലേ. നമുക്ക് ടോട്ടൽ സം കിട്ടി, നമുക്ക് ആവറേജ് അല്ലേ ബൈ 4 അല്ല 449946 ബൈ 4 ചെയ്യണം. 4 ഗുണിക്കുമ്പോൾ ഇത് എന്താ വരും? ഇത് 11 അല്ലേ. ഈ 4 ഒരു പ്രാവശ്യം, ഈ 4 ഒരു പ്രാവശ്യം, 9 2 പ്രാവശ്യമുണ്ട്. ഓക്കെ, അടുത്ത ബാലൻസ് ഓക്കെ 19 4 ഉണ്ട്, 4 4 ഉണ്ട്, ബാലൻസ് 34 വരും. 34 എത്ര 4 വരുന്നുണ്ട്? 8 4 വരുന്നുണ്ട്. ബാലൻസ് 26 ആണ്. 26 എത്ര വരുന്നുണ്ട്? 6 അല്ലേ, 6 വരുന്നുണ്ട്. ബാലൻസ് 5 ഓക്കെ. ഇപ്പം ബാലൻസ് 20 ആണ്, 0.5 ഓക്കെ. ഇപ്പം 112486.5 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, ഇത്രമാരാണ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ്. അപ്പോൾ കറക്റ്റായിട്ട് എടുത്ത് ആഡ് ചെയ്യുക, ബാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ പക്കയെ ഡിവൈഡ് ചെയ്യുക. അപ്പം ഒരു കാരണവശാലും ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാതെ ഇങ്ങനെ അവിടെ തന്നെ ഇട്ട് സിംപ്ലിഫൈ ചെയ്യാൻ ശീലിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. 449946 ബൈ 4 എന്ന് പറഞ്ഞാൽ 4 ഒരു പ്രാവശ്യമുണ്ട്. കാര്യം
ഈ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ 4 ഒരു പ്രാവശ്യമുണ്ട്, ഈ 4 ഒരു 4ഉണ്ട്, ഈ 9 2 4ഉണ്ട് അല്ലേ. അപ്പം 2 4 8 പോയിട്ട് ബാലൻസ് 1. അപ്പോൾ ഇത് 10, ഈ വാല്യൂ 19 ആയിട്ട് മാറും. അടുത്ത 19 4 4 ഉണ്ടല്ലേ, 4 4 16. അപ്പോൾ ബാലൻസ് ഇവിടെ 3 കിട്ടും. ഇപ്പോൾ ഇത് 34 ആകും. 34 4 കൊണ്ട് ഹരിച്ച 8 വരും. 8 4 32, ബാലൻസ് 26 ആകും. 26 എത്ര 4 ഉണ്ട്, 6 4 ഉണ്ട്, ബാലൻസ് 20 കിട്ടുന്നുണ്ട് അല്ലെ, 2 കിട്ടും. അപ്പം എന്താണ്, നമുക്ക് ഡെസിമൽ എടുക്കണം. ആ 20 5 4 പോകും. അപ്പോൾ 112486.5. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ശരി, ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇൻ എ കോഡ് ലാംഗ്വേജ് ഇഫ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് റിട്ടൺ ആസ് COMOJO, ഡു ഇറ്റ് ഫാസ്റ്റ് ഇസ് റിട്ടൺ ആസ് CHAMOGA, ഷീറ്റ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് GALANOP, then what will be the code for the word do in this language? ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ്. ഓക്കെ, അതായത് ഇവിടെ ആക്ച്വലി എന്താ ചൈനീസ് കോഡിങ് ആണ്. അപ്പോൾ ഡീകോഡിങ്ങോട് ബന്ധപ്പെട്ട് തേർഡ് ക്വസ്റ്റൻ ആണ് ഷിഫ്റ്റിൽ. ഓക്കെ, തേർഡ് ക്വസ്റ്റൻ ആണ് ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഈ ചോദ്യം ഭയങ്കര സിമ്പിൾ ആണല്ലേ. എന്താ പറയുന്നത്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന സെൻറ്റൻസിൻ്റെ കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്, COMOJO, അതുപോലെ ഡു ഇറ്റ് ഫാസ്റ്റ് ഈസ് റിട്ടൺ ആസ് CHAMOGA, അതുപോലെ ഷീ ഡിഡ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് GALANOP. ഓക്കെ, ഇതാണ്. അപ്പോൾ എന്താ ഇവിടെ രണ്ട് സെൻറ്റൻസ് വീതം കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഈ പറഞ്ഞ DO എന്ന വാക്കിൻ്റെ കോഡ് വേണം. അപ്പോൾ ഉറപ്പായിട്ടും ഈ 3-ൽ ഒരാളായിരിക്കും നമ്മുടെ ഡു എന്ന വാക്കിൻ്റെ കോഡ് കിട്ടുന്നത്. ശരി, ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്യുമ്പോൾ കോമൺ വാക്കാരുണ്ട്, ഫാസ്റ്റ് ഉണ്ട്, കോമൺ കോഡ് ആര് വരുന്നുണ്ട്, ഓക്കെ, MO ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഫാസ്റ്റ് എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് MO എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡും തേർഡും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ആരുണ്ട്, ഇറ്റുണ്ട്, രണ്ടിടത്ത് ഇറ്റുണ്ട്. കോമൺ ആയിട്ട് വരുന്ന വാക്കാരാ കോഡാരാ, GA ആണ് അല്ലേ. അപ്പം ഇറ്റ് എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് GA എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ സെക്കൻഡിനകത്ത് ബാക്കി മിച്ചമുള്ള DO ആണ് അല്ലെ, ഡു ആണ്. അതിന് കറസ്പോണ്ടിങ് ആരായിരിക്കും, CHH ആണ് അല്ലേ. ഉത്തരം എന്ത് കിട്ടുന്നു, ഓപ്ഷൻ 4 ച. ഓക്കെ, സിമ്പിളാണ്. ഓർക്ക് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങനെ ഫുൾ എഴുതി സമയം കളയാതെ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ നോക്കി തന്നെ ഈ ആൾക്കാരെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര എഴുതുമ്പോൾ അത്ര സമയം വേസ്റ്റ് ആയി പോകും. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ശരി, ക്ലിയർ അല്ലേ. മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 22. സുരേഷ് സെഡ് ടു സുശാന്ത്, he is the one and only son of my mother's father's brother. How is സുശാന്ത് related to സുരേഷ്? ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പം ഈ ടോപ്പിക്കിൽ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചത്. ഓക്കെ, സെക്കൻഡ് ചോദ്യമാണ്. ഇതെന്താ ആക്ച്വലി നമ്മുടെ കോൺവെർസേഷൻ ടൈപ്പ് ചോദ്യമാണ്. സെന്റൻസ് പക്കയുടെ വായിച്ച് മനസ്സിലാക്കുക. എന്താ പറയുന്നത്, സുരേഷ് സുശാന്ത് പറയാണ്, പറയുകയാണ് എന്താ, he is the one and only son of my mother's father's brother അല്ലേ. അപ്പോൾ സുരേഷിൻ്റെ എന്താണ്, അമ്മയുടെ അച്ഛൻ്റെ ബ്രദറിൻ്റെ ഒരേ ഒരു മകനാണ് ആര്, സുശാന്ത് അല്ലേ. സുശാന്തിനോട് പറയാണ്, സുശാന്ത് എന്ന് പറഞ്ഞ വ്യക്തി is the one and only son of my mother's father's brother അല്ലേ. അതായത് സുരേഷിൻ്റെ അമ്മയുടെ അച്ഛൻ. ഓക്കെ, അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആരാകും, സുരേഷിൻ്റെ ഗ്രാൻഡ് ഫാദർ ആകും. ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദർ, ഓക്കെ, ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിൻ്റെ ആരാണ്, ഒരേ ഒരു മകനാണ് ആര്, സുശാന്ത് ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചോദ്യം, ഹൗ ഈസ് സുശാന്ത് റിലേറ്റഡ് ടു സുരേഷ്. ഈ സുരേഷിൻ്റെ ആരെന്ന് കണ്ടെത്തണം. ഉറപ്പായിട്ടും സുരേഷിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനാണ് അല്ലേ സുശാന്ത്. അപ്പോൾ ഉറപ്പായിട്ടും സുരേഷിൻ്റെ അമ്മയും സുശാന്ത് ബന്ധം എന്താണ്, അവർ കസിൻസ് ആണ്. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും. ഈ പറഞ്ഞ അമ്മയുടെ കസിൻ സുശാന്ത് ആണെങ്കിൽ ഈ സുശാന്ത് ആരാകും, സുരേഷിൻ്റെ അങ്കിളാകുമല്ലോ. ഓപ്ഷൻ 1 അങ്കിളുണ്ട്. സിമ്പിൾ ചോദ്യമാണ്. സെന്റൻസ് പക്കയായിട്ട് വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. അതിന് സമയം എടുക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഓക്കെ, സ്റ്റഡി ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ പസിൽ അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പറോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എസ്പെഷ്യലി നമ്പേഴ്സോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കിത് ഇവിടുത്തെ മിസ്സിംഗ് നമ്പർ ആരെന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പം ഇവിടെ ബോക്സ് ടൈപ്പ് ചോദ്യമായതുകൊണ്ട് ഒന്നെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടലി നമ്പേഴ്സ് ചെക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ വെർട്ടിക്കലാകും അവിടെ മാത്തിന് ഓപ്പറേഷൻ നടക്കുന്നത്.
അപ്പം ആ നമ്പേഴ്സ് എന്നിട്ട് നോക്കാൻ പറയാൻ പറ്റും. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നമ്പേഴ്സും ആരാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? അതായത് ഈ 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ ആണ്, 64 8ന്റെ സ്ക്വയർ, 49 7ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ റോ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 36 ഉണ്ടല്ലേ? റോ വൈസ് നോക്കുമ്പോൾ 36 55 49 ആണ്. അങ്ങനെ 36ന് പകരം 6 എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളുടെ റൂട്ട് എടുത്തപ്പം 6 കിട്ടുന്നു, അങ്ങനെങ്കിൽ അവസാനം 49ന്റെ കൂടെ 6 കൂട്ടിയാൽ നടുക്കത്തെ നമ്പറായ 55 ആകുമല്ലോ അല്ലേ? തുടർന്ന് നോക്കാം. താഴെ എന്താണ്? ഇവിടെ 8ന്റെ സ്ക്വയർ 64 ഉണ്ട്. അങ്ങനെങ്കിൽ ഈ 39ന്റെ കൂടെ ആ 8 കൂട്ടിയാൽ 39 + 8 47, നടുക്കത്തെ നമ്പർ 47 കിട്ടുന്നു. അങ്ങനെയുള്ള ആൻസർ എന്ത് വരുന്നു? ഈ 61ന്റെ കൂടെ ഈ 49ന്റെ റൂട്ട് 7, ആ 7 കൂട്ടുമ്പോൾ 61 + 7 നമുക്ക് 68 എന്ന് കിട്ടും. ഓപ്ഷനകത്തുണ്ട്, ഓപ്ഷൻ 1. കണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്പർ പസിൽസ്, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു റിലേഷൻ കണ്ടെത്താൻ പറ്റും. ഓക്കെ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ശരി, മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 24. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് വൺ കൺക്ലൂഷൻ ഫ്രം ദ ഗിവൺ ഓർഡിനറീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലോജിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഷിഫ്റ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സിലോജിസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഓക്കെ, ശരി, ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓൾ റാറ്റ്സ് ആർ ബുക്സ്. എല്ലാ റാറ്റ്സും ബുക്കാണ്. അപ്പോൾ റാറ്റ്സ് ക്ലാസ്സിനകത്ത് ഓക്കെ, അവരെല്ലാവരും ബുക്സ് എന്ന ക്ലാസ്സിൽ വരണം. രണ്ടാമെന്ന് പറയുന്നത് ഓൾ റാറ്റ്സ് ആർ മൈസ്. എല്ലാ റൈറ്റ്സും മൈസാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ഒന്നെങ്കിൽ ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ 2 വരയ്ക്കേണ്ടി വരും. അത് എല്ലാ റാറ്റ്സും മൈസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം അല്ലേ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ എല്ലാ റാറ്റ്സും മൈസ് ആകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന മൈസും ബുക്കായിട്ട് ബന്ധം ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാരണം എക്സ്ട്രാ ഇങ്ങനെ വരച്ച് നോക്കേണ്ടി വരും. അത് ഓൾ റാറ്റ്സ് ആർ മൈസ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. കാര്യം ചിലപ്പം എല്ലാ ബുക്സ് മൈസ് ആകാം, അല്ലെങ്കിൽ ചിലപ്പം എല്ലാ മൈസ് ബുക്കായിട്ട് വരാം. അപ്പം ഈ കാര്യം നമുക്ക് ഉറപ്പില്ല. ഈ ബുക്സും മൈസും ബന്ധം ഉറപ്പില്ലാത്ത കാരണം നമുക്ക് ഇവിടെ 2 വെണ്ടകരം വരയ്ക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഇനി കൺക്ലൂഷൻ നോക്കാം. സം ബുക്സ് ആർ മൈസ്. കുറച്ച് ബുക്സ് മൈസ് ആണോ? ഉറപ്പായിട്ടും. ഈ 2 വെണ്ടകരം എടുത്താലും ഇവർ തമ്മിലുണ്ടോ? സം റിലേഷൻ ഉണ്ടല്ലോ. ഉറപ്പായിട്ടും സം റിലേഷൻ വരും, ഒരു സംശയം വേണ്ട. കാര്യം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ എല്ലാ ബുക്സ് മൈസ് ആകുമ്പോൾ സം റിലേഷൻ ഉണ്ടാകും. തിരിച്ചു വരുമ്പോഴത്തേക്ക് സെക്കൻഡ് വെണ്ടകരം എടുക്കുമ്പോഴത്തേക്ക് എല്ലാ മൈസ് ബുക്ക് ആകുമ്പോഴും സം റിലേഷൻ വർക്ക് ചെയ്യും. ശരി, ക്ലിയർ അല്ലേ? സെക്കൻഡ് നോക്കാം. ഫസ്റ്റ് എന്തെങ്കിലും ഫോളോ ചെയ്യും, കുഴപ്പമില്ലല്ലോ. സെക്കൻഡ് നോക്കാം. ഓൾ ബുക്സ് ആർ മൈസ്. എല്ലാ ബുക്സും മൈസ് ആകുമോ? ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് എടുക്കുമ്പോൾ എല്ലാ ബുക്സും മൈസ് ആകുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാൽ സെക്കൻഡ് നോക്കുവാണെങ്കിൽ എല്ലാ മൈസുമാണ് ബുക്ക് ആകുന്നത്. എല്ലാ ബുക്സും മൈസ് എന്ന് ഉറപ്പിച്ച്, ഇത്രയും ബുക്സ് മൈസ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ഓർക്കുക, സിലോസിനകത്ത് ഓക്കെ കൺഫേം അല്ലാത്ത ഒരു കൺക്ലൂഷൻസും ഫോളോ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് സെക്കൻഡ് വൺ ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? തേർഡ് നോക്കാം. സം മൈറ്റ്സ് ആർ നോട്ട് റാറ്റ്സ്. കുറച്ച് മൈസ് റാറ്റ്സ് അല്ല. അപ്പോൾ ഇത്രയും മൈസ് ഓക്കെ, അത് റാറ്റ്സ് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഫിഗർ നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സിലോസിൻ്റെ ടോപ്പിക്കിനകത്ത് ഒന്നും കൺഫേം അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ആകാതിരിക്കാം, അതൊന്നും ഉറപ്പില്ല. ഓക്കെ, അതുകൊണ്ട് മൂന്നാമത്തെ ഫോളോ ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, ഒരു ട്രിക്ക് കൂടെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും പോസിറ്റീവ് അല്ലേ? 2 പേരും പോസിറ്റീവ് അല്ലേ? ദേ ഓൾ സ്റ്റേം നെഗറ്റീവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സും അല്ല. ഇത്ര ഓർത്താൽ മതി. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പോസിറ്റീവ്. ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പോസിറ്റീവ്. ഓക്കെ, തരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻസ് വരില്ല. നോ നെഗറ്റീവ് കൺക്ലൂഷൻസ് വിൽ ഫോളോ. ഓക്കെ, ഇഫ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പോസിറ്റീവ് നോ നെഗറ്റീവ് കൺക്ലൂഷൻസ് വിൽ ഫോളോ. അതുകൊണ്ട് കൺഫേം ആണ്, മൂന്നാമത്തെ ഫോളോ ചെയ്യില്ല. കാര്യം സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് കാരണം സം നോട്ടോ നോ സ്റ്റേറ്റ്മെൻറ്റോ ഒരു കാരണം അല്ലെങ്കിൽ നോ കൺക്ലൂഷനോ ഒരിക്കലും ഫോളോ ചെയ്യില്ല. അത് ആ ഒരു കാര്യം അറിയെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ പറയാം മൂന്നാമത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ലെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഉത്തരം എന്ത് കിട്ടും? ഓപ്ഷൻ എ, only one follow. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓപ്ഷൻ സി കണ്ടോ? ഇവിടെ പറഞ്ഞിട്ടുണ്ടോ only 1 and 2 or 3 follows. 2 or 3 follows അല്ലേ? അപ്പോൾ അവിടെ ഓർ കേസ് വരുന്നുണ്ട്. അതായത് either or കണ്ടീഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി either കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു തിയറി ഒക്കെ ഓർത്തിരിക്കുക. സിലോസിനകത്ത് ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കേണ്ട ഒരു തിയറിയാണ് നമ്മുടെ either കണ്ടീഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി പെയർസ്. ഓക്കെ, അപ്പോൾ ഈ either കണ്ടീഷൻ വരണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൺഫേം ആയിട്ട് ഓർക്കേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻസ് 2 പേരും എന്തായിരിക്കണം? ഫോൾസ് ആയിരിക്കണം. കൺക്ലൂഷൻസ് ഷുഡ് ബി ഫോൾസ്. ഇവിടെ നോക്കുമ്പം സെക്കൻഡും തേർഡും ഫോൾസ് ആയിട്ടുള്ള കൺക്ലൂഷൻ. അപ്പം ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ, അപ്പോൾ ഇതൊരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒന്ന് എഴുതാം. ഓൾ ബുക്സ്, ഓക്കെ, ഇതാണ് ആർ മൈസ്. രണ്ടാമത്തത് സം മൈസ് ആർ നോട്ട് റാറ്റ്സ് ആണ്. ഓക്കെ, കണ്ടോ? അപ്പം ഇത് സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ്, ഇതൊരു സെൻറ്റൻസിൻ്റെ S1 എന്നും ഇത് P1 എന്ന് കൊടുക്കാം, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഓക്കെ, ഇത് S2, ഇത് P2 എന്ന് കൊടുക്കാം. അപ്പോൾ നോർമലി നമ്മൾ കോംപ്ലിമെൻ്ററി പേരിൽ ആയതൊരു കണ്ടീഷൻ വർക്ക് ചെയ്യണമെങ്കിൽ S1 ഈക്വൽ ടു S2, P1 ഈക്വൽ ടു P2 ആയിരിക്കണം. ഓക്കെ, രണ്ടുപേരുടെയും സബ്ജക്റ്റും പ്രെഡിക്കേറ്റ്സും എപ്പോഴും ഒരേപോലെ വരണം. ഇവിടെ കണ്ടോ മൈസ് മാത്രമുണ്ട്, പക്ഷേ ബുക്കും റാറ്റ്സും കണ്ടോ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം കൺഫേം ആണ് അവിടെ ഏതൊരു കണ്ടീഷൻ അവിടെ വർക്ക് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇത് കൂടാതെ ആക്ച്വലി മൂന്നാമതൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഇത്രയേ ഉള്ളൂ. എന്താണ്? 3 പേരിൽ മാത്രമേ വർക്ക് ചെയ്യൂ. 3 പേരിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഫസ്റ്റ് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സമ്മും നോയും ആയിരിക്കണം. ഓക്കെ, ഒരാൾ സമ്മും സംനോട്ട് ആയിരിക്കണം. അടുത്തത് ഓളും സംനോട്ടും ആയിരിക്കണം. ഓക്കെ, ഈ 3 പേരിൽ മാത്രമേ നമ്മൾ ആയൊരു കണ്ടീഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും തിയറി പക്കറ്റ് അറിയണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാൻ പറ്റും, ഇവിടെ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ പറയാൻ പറ്റും ഇവിടുത്തെ S1 S2 P1 P2 സെയിം അല്ല. ഓക്കെ, കണ്ടോ S1 S2 ബുക്കും മൈസുമാണ്, P1 P2 മൈസും റാറ്റുമാണ് അല്ലേ? അപ്പോൾ അതാണ് മനസ്സിലാൻ പറ്റും. ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ഡയറക്റ്റ് ഒഴിവാക്കാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ കണ്ടീഷനെല്ലാം ഫോളോ ചെയ്താൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു, ഇങ്ങനെയാണ് സം ബുക്സ് ആർ നോട്ട് മൈസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരവിടെ ഓപ്ഷൻ സി വന്നേനെ. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് അവെയർ ആയിരിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ശരി, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാൻ ക്വസ്റ്റ്യൻ നമ്പർ 25. ഇൻ ദ ക്വസ്റ്റ്യൻ 2 statements are given followed by 2 conclusions 1 and 2. You have to consider the statements to be true even if it seems to be at variance from commonly known facts. You have to decide which of the given conclusions, if any, follows from the given statements. Okay, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കേട്ടോ, ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സും കണ്ടു, അസംഷൻ കണ്ടു. ഇവിടെ കൺക്ലൂഷൻ ബന്ധപ്പെട്ട ചോദ്യം വന്നിരിക്കുന്നു. എന്താണ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു? രാജൻ ബോട്ട് എ പെൻസിൽ യെസ്റ്റർഡേ. ഇന്നലെ രാജൻ ഒരു പെൻസിൽ മേടിച്ചു. ഓക്കെ, 2 കൺക്ലൂഷൻസ് ഉണ്ട്. 2 കൺക്ലൂഷൻസ് ഫോളോ ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും ഓർക്കുക, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആകുമ്പോൾ നമ്മൾ ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കൺക്ലൂഷൻ, രാജൻ ഡു നോട്ട് ഹാവ് എനി പെൻസിൽ. രാജൻ്റെ കയ്യിൽ ഒരു പെൻസിലും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ എപ്പോഴും സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്തോണം പറയാനായിട്ട്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് രാജൻ ഒരു പെൻസിൽ ഇന്നലെ മേടിച്ചു എന്ന് വെച്ച് അവൻ്റെ കയ്യിൽ ഒരു പെൻസിലും ഇല്ല എന്ന് പറയുന്നത് നമുക്ക് അസംഷനായി പോകില്ലേ? അസംഷനായി പോകും. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് വൺ അവിടെ ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, രാജൻ സിസ്റ്റർ ആസ്ക് ടു ഹെർ ടു ഗെറ്റ് എ പെൻസിൽ. ഓക്കെ, രാജൻ സിസ്റ്റർ എന്ത് ചെയ്തു? അവൾക്കൊരു അവളുടെ പെൻസിൽ ആവശ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഫോളോ ചെയ്യൂ, അതും എന്തായി പോവും? അസംഷനായി പോവും അല്ലേ? ഇവിടെ രാജൻ സിസ്റ്ററിനെ പറ്റിയൊന്നും ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് കേട്ടോ ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ സി, നൈദർ. ഓപ്ഷൻ 3, നൈദർ 1 nor 2 follows. ക്ലിയർ അല്ലേ? സെയിം കൺക്ലൂഷൻ ആകുമ്പോൾ ഒരു കാരണവശാലും ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം അവെയർ ആയിരിക്കുക. സെറ്റ് അല്ലേ? ശരി, മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ ദ ഫാമിലി രൺബീർ is elder than Mahesh but younger than Guru. Aryan is elder than Shiv but younger than Mahesh. Who is the second eldest person in the family? Okay, ക്ലിയർ അല്ലേ? അപ്പം ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പക്കായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇവരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഒരു കാരണവശാൽ നിങ്ങളിവിടെ ഗ്രേറ്റർ ദാൻ സിംബലോ ലെസ് ദാൻ സിംബലോ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കരുത്. അവസാനം വലിയ ക്വസ്റ്റ്യൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായി പോകും. എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളവരെ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ പറയുന്നത്? രൺബീർ ഈസ് എൽഡർ ദാൻ മഹേഷ്. ഓക്കെ, രൺബീർ എന്ന് പറയുന്ന വ്യക്തി മഹേഷ്, ഓക്കെ, മഹേഷിനെ കാട്ടിയും കൂടുതലുള്ള വ്യക്തിയാണല്ലേ? അപ്പം മഹേഷ് താഴെ വരും, രൺബീർ മുകളിൽ വരും. ഇപ്പോൾ കാണുന്ന പറയാൻ പറ്റും രൺബീറിനാണ് പ്രായ കൂടുതലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പം എന്താ ഏജ് വൈസ്, ഹൈറ്റ് വൈസ്, വെയിറ്റ് വൈസ് ഒക്കെ ആകുമ്പോൾ എപ്പോഴും വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്ന പ്രത്യേകം അവെയർ ആയിരിക്കുക. ഓക്കെ, ശരി. എന്താ പറയുന്നത്? ബട്ട് യങ്ങർ ദാൻ ഗുരു. അപ്പം ബട്ടായത് കാരണം, ബട്ട് അല്ലെങ്കിൽ ആൻഡൊക്കെയാണ് ഉറപ്പായിട്ടും ആദ്യം പറയുന്ന വ്യക്തിനെ പറ്റിയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ രൺബീർ എന്തായിരിക്കും? ഗുരുവിനെ കാട്ടി യങ്ങർ ആണെങ്കിൽ ഗുരു രൺബീറിന്റെ മുകളിൽ വരണം അല്ലേ? സെറ്റായില്ലേ? എന്താ പറയുന്നത്? ആര്യൻ ഈസ് എൽഡർ ദാൻ ശിവ്.
ആര്യൻ ശിവനെക്കാട്ടും എന്താണ് എൽഡർ ആണ്. അപ്പം ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ശിവനെക്കാട്ടി എൽഡർ ആയത് കാരണം ശിവന്റെ മുകളിൽ ആര്യനെ പ്ലേസ് ചെയ്യണം. അതുപോലെ ബട്ട് യങ്ങർ ദാൻ മഹേഷ്, എന്നാൽ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി എന്താ മഹേഷിനെ കാട്ടി യങ്ങറാണ്. ഉറപ്പായിട്ടും മഹേഷിന്റെ താഴെ ആര്യനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഉറപ്പായിട്ടും അയാളുടെ താഴെ ആയിരിക്കും ശിവ വരുന്നത്. കണ്ടോ, ഏറ്റവും പ്രായക്കുള്ള വ്യക്തി ഗുരുവാണ്. അപ്പൊ ചോദ്യം എന്താണ്, ഹു ഈസ് സെക്കൻഡ് എൽഡസ്റ്റ് പേഴ്സൺ ഇൻ ദ ഫാമിലി? ആരെങ്കിലും ഫസ്റ്റ് എൽഡസ്റ്റ് ഗുരുവാണ്, സെക്കൻഡ് രൺബീർ ആണ്, കൺഫേം ആണ്, ഓപ്ഷൻ 3 രൺബീർ. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ചോദ്യമായിരുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 27. ഓക്കെ, 4 letter clusters are have been given, out of which 3 are alike in some manner while 1 is different. Select the odd letter cluster. അല്ലേ, ഇപ്പം നമ്മുടെ ഓഡ് മാൻ ഔട്ട്. ഓക്കെ, ഓഡ് മാൻ ഔട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം ഈ ടൈപ്പിൽ അല്ലെങ്കിൽ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി എന്താ ലെറ്റേഴ്സോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 4 ഓപ്ഷനിൽ 3 പേർക്ക് സെയിം പാറ്റേണും ഒരാൾ ഡിഫറൻറ്റുമാണ്, അയാളെ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ലെറ്റേഴ്സ് ഏതാണ് കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുക അല്ലേ. S19, V22, Y25 അല്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ സംഭവിച്ചു 3 കൂടി, ഇവിടെ 3 കൂടി. നെക്സ്റ്റ് നോക്കാം. W23, Z26, C3. ഇവിടെ 3 തന്നെ അല്ലേ, 23 + 3 26, 26 + 3 ഉറപ്പായിട്ടും അല്ലേ സി ആയി 3 തന്നെ കിട്ടും, കുഴപ്പമില്ല. മൂന്നാമത് നോക്കാം. I9. ഓക്കെ, L12, O15. അവിടെ എന്താ +3 തന്നെയാണല്ലേ. അപ്പോൾ 3 പേർക്കും +3 ആയത് കാരണം കൺഫേം ആയിരിക്കും ഓപ്ഷൻ ആരാ 4 തന്നെയായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. M13, P16, 618 ആണെങ്കിൽ അല്ലേ ഇവിടെ എന്താ +3 ഉണ്ട്. പക്ഷേ ഇവിടെ 16 + 2 ആണ്, അത് കാരണം ഡിഫറൻറ്റ് ആണ്, ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ആദ്യം സമയം എടുക്കാതെ മാക്സിമം എഴുത്തൊക്കെ ഒഴിവാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. In a certain code language, minus means plus represent into represent division and division represents minus. Find out the answer of the following question. Okay, അപ്പോൾ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യണം. നമ്മുടെ ബോർഡ് മാസ് റൂള് അപ്ലൈ ചെയ്യുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് ചേഞ്ചസ് കൊടുക്കുക. 27 മൈനസ് വരെ എന്താണ്, മൈനസ് റെപ്രസെന്റ് പ്ലസ് ആണ്, അപ്പം +9 എന്ന് വരും. അടുത്ത പ്ലസ് റെപ്രസെന്റ് ഇൻറ്റു ആണ്, ×3 എന്ന് വരും. അടുത്ത മൈനസ്. ഓക്കെ, വീണ്ടും മൈനസ് എടുക്കുന്നു, മൈനസ് എന്താ പ്ലസ് ആണ്, +3 എന്ന് വരുന്നു. ഡിവിഷന് പകരം എന്താണ്, ഡിവിഷന് പകരം മൈനസ് ആണ്, -3 എന്ന് വരുന്നു അല്ലേ. ഉറപ്പായിട്ട് എന്ത് കിട്ടുന്നു, 27 പ്ലസ് ഇത് 27 ആണ്, +3 -3 +3 പോയിട്ട് 27 + 27 54 എന്ന് കിട്ടും. ഓപ്ഷൻ 3. അധികം സമയം എടുക്കരുത്, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. ഓക്കെ, വീണ്ടും സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്താ രണ്ടാമത്തെ സെക്കൻഡ് ചോദ്യമാണ് കേട്ടോ ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പക്കയുടെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഇൻ ദ ക്വസ്റ്റ്യൻ 2 statements are given followed by 2 conclusions 1 and 2. You have to consider statements to be true even if it seems to be at variance from commonly known facts. You have to decide which of the given conclusions, if any, follows from the given statements. Okay, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? The government has started a new campaign called Know Your Constitution in all Indian school. Okay, എല്ലാ ഇന്ത്യൻ സ്കൂളിലും എന്താണ് ഒരു പുതിയ ക്യാമ്പയിൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള അറിവ്. ഓക്കെ, നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയുക എന്ന രീതിയിലുള്ളൊരു പുതിയ ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് വാണ്ട്സ് ദ കിഡ്സ് ടു അവെയർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെന്റിന് എന്താണ് ഇന്ത്യയിലുള്ള കിഡ്സിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ ഫസ്റ്റ് 1 ഫോളോ ചെയ്യുമല്ലോ. അങ്ങനെ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നത് അല്ലേ. ഉറപ്പായിട്ട് ഫസ്റ്റ് 1 ഫോളോ ചെയ്യുക, അത് അസംഷൻ അല്ല. ഓക്കെ, ശരി. സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ എൻഹാൻസ് ദ കണ്ടീഷൻസ് ഓഫ് ദ സ്കൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലുള്ള എല്ലാ സ്കൂളുകളുടെയും നിലവാരം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു. അങ്ങനെ അത് ഫോളോ ചെയ്യുമോ? ഒരു വർഷം അത് ഫോളോ ചെയ്യല്ലേ? അതെന്താണ്, അസംഷനായി പോലെ അസംഷനായി പോകത്തില്ലേ അല്ലേ? കാര്യം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കൂളുകളിലും അവരുടെ സ്കൂളിൻ്റെ നിലവാരം മെച്ചപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല, അത് അസംഷനായി പോകും. അത് കാരണം സെക്കൻഡ് 1 ഫോളോ ചെയ്യില്ല. ഓപ്ഷൻ 1 ഓൺലി, കൺക്ലൂഷൻ 1 ഫോളോസ്. സിമ്പിളാണ്, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ 38. ഈ ഷിഫ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു തേർഡ് ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്. ആക്ച്വലി എന്താ, ലെറ്റർ അനലോഗിയാണ്. അപ്പോൾ ആക്ച്വലി അനലോഗിയായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ ചോദ്യമാണ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ആക്ച്വലി അനലോഗിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് ചോദ്യം ഈ ഷിഫ്റ്റിൽ വന്നിട്ടുണ്ടല്ലേ. ഇവിടെ ലെറ്റർ അനലോഗി ഉണ്ട്, ഓൾറെഡി നമ്മൾ നമ്പർ അനലോഗി കണ്ടു, വേർഡ് അനലോഗി കണ്ടു. അപ്പോൾ അനലോഗി പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം ക്വസ്റ്റിലേക്ക് പോകാം.
വവ്വൽ ഈസ് ടു ZPAFP ഈസ് എ ഫ്രിക്ക് ഈസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ വവ്വൽ എന്ന വാക്കിന് പകരം ഓക്കെ എന്ത് കൊടുത്തു? ZPAFP എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു കാര്യം ഓർപ്പിക്കാം, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സമയം കളയരുത്, ലെറ്റേഴ്സ് സമയം കളയരുത്. കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം എഴുതുക. V22, O15, W23, E5, L12 ആണ്. അപ്പോൾ Z26, P16, A1, F6, P16 അല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 22 + 4 26, 15 + 1 16, 23 + 4 1 ഉറപ്പായിട്ട് ഒന്നാണല്ലേ. ഇതേ 23ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 26 Z കഴിഞ്ഞു, ബാക്കി മിച്ചം ആരുണ്ട്? 1 ഉണ്ട്, അത് ലെറ്റർ A ആണ്. 23 + 1 23 + 4 1 തന്നെ കിട്ടും, A തന്നെ കിട്ടും. ഓക്കെ ശരി, അടുത്ത 5 + 1 6, 12 + 4 16. ഓക്കെ, കോഡ് മനസ്സിലായില്ല. +4 +1 +4 +1 +4 ആണ്. അങ്ങനെയെങ്കിൽ ഫ്രിക്ക് എന്ന വാക്കിൻ്റെ കോഡ് വേണം. ഓക്കെ, ഫ്രിക്ക് എന്ന വാക്കിൻ്റെ കോഡ് എടുത്തു കഴിഞ്ഞാൽ F6 18, I9, C3, K11 ആണ്. ആദ്യം എന്ത് ചെയ്യണം? +4 ചെയ്യണം അല്ലേ, 10 കിട്ടും, അത് ലെറ്റർ J ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 4 നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ 1, 2, 3 ഉണ്ട്. അതിൽ ഉറപ്പായിട്ടും സെക്കൻഡ് ലെറ്റേഴ്സ് എല്ലാം സെയിം ആയത് കാരണം സത്യം പറഞ്ഞാൽ അവരെ നോക്കിയ സമയം കണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് തേർഡ് ലെറ്റർ കമ്പയർ അല്ലേ, തേർഡ് ലെറ്റർ എല്ലാം വ്യത്യസ്തമായ ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് അയാളുള്ള തന്നെ പോവാം. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ I9 ആണ്. അടുത്ത് എന്ത് ചെയ്യണം? മൂന്നാമത് ആക്ച്വലി +4 ചെയ്യണം. +4 13 കിട്ടും, അതാരാ? ലെറ്റർ M ആണ്. അപ്പോൾ എമ്മിൽ തേർഡ് ലെറ്റർ M കിട്ടുന്നു. ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 2 ആണ് അല്ലേ, 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കണ്ടോ, K+4 15 നമുക്ക് O തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമാണ്, അന്നാട് നോക്കി ഇവിടെ കണ്ടോ, നമ്മൾ നോർമൽ എന്ത് ചെയ്യണം? ഇവിടെ സെക്കൻഡ് +1 ചെയ്യണം അല്ലേ. ഇപ്പം എന്ത് കിട്ടും? 18 + 1 19 ആണ്, അത് S ആണ് വരുന്നത് അല്ലേ. ഇവിടെ അതുപോലെ ചെയ്യുമ്പം 3 + 1 എന്താണ് 4 എന്ന് കിട്ടും, അത് D ആണ് വരുന്നത് അല്ലേ, D ആണ്. അപ്പോൾ JSMDO എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 2 തന്നെ ആയിരിക്കുമോ സംഭവം? അല്ലല്ലോ, അല്ല. അപ്പോൾ സംഭവം എന്താണ്? അപ്പം നോക്കുക ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ആദ്യം +4 പിന്നെ +1 ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഡയറക്റ്റ് നമ്മൾ ഇവരെ മാത്രം നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ 2 കൊടുത്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ സെക്കൻഡ് ലെറ്ററും ഫോർത്ത് ലെറ്ററും വ്യത്യസ്ത ലെറ്റേഴ്സാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ആരും അവിടെ ഇല്ലതാണ്. അങ്ങനെ സംഭവം ഇവിടെ എന്തായിരിക്കും? ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് ഇവിടെ +4 കൊടുത്തു, എന്തുകൊണ്ട് +1 കൊടുത്തു ആലോചിച്ച് നോക്കുക. സംഭവത്തിലേ ഉള്ളൂ, അവിടെ ഫസ്റ്റ് ലെറ്റർ V അത് കൺസണൻ്റ് ആയതുകൊണ്ട് അവിടെ +4 കൊടുത്തു. ഓക്കെ, അടുത്ത ലെറ്റർ O വവ്വലാണ്. വവ്വലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ +1 കൊടുക്കുന്നു. വീണ്ടും W കൺസണൻ്റ് ആണ്, +4 കൊടുത്തു. അടുത്ത ഈ വവ്വലാണ്, +1 കൊടുക്കുന്നു. L കൺസണൻ്റ് ആണ്, +4 കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആൻസർ അങ്ങനെ മാറും. അവിടെ ഫസ്റ്റ് ലെറ്റർ കുഴപ്പമില്ല, ഫസ്റ്റ് കൺസണൻ്റ് ആണ്, +4 ചെയ്യുന്നു. അടുത്ത ലെറ്റർ വീണ്ടും കൺസണൻ്റ് ആണ്, അവിടെ എന്താണ്? +1 അല്ല, +4 ചെയ്യണം. 18 + 4 ഈ 19 മാറി അവിടെ 22 വരെ. 22 ആരാ? ലെറ്റർ V ആണ്, S അല്ല. കണ്ടോ? വീണ്ടും അടുത്ത ലെറ്റർ I വവ്വലാണ്. അവിടെ വവ്വലാകുമ്പോൾ എന്ത് ചെയ്യണം? +4 അല്ല, +1 ചെയ്യണം. 9 + 1 ഈ 13 മാറി 10 ആകും. അങ്ങനെയെങ്കിൽ M മാറി എവിടെ ആരാം? J എന്ന് കിട്ടും. കണ്ടോ? വീണ്ടും C കൺസണൻ്റ് ആണ്, +4 അല്ല, +1 അല്ല, +4 ചെയ്യണം. 3 + 4 7 എന്ന് മാറും. അങ്ങനെ D മാറി ആരാകും? അവിടെ G ആകുമല്ലോ, G ആകും. വീണ്ടും K11 കൺസണൻ്റ് ആണ്, +4 തന്നെ. കണ്ടോ? O എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം ആരാണ്? JVJGO. അത് ഓപ്ഷൻ 3 ആണ്, 2 അല്ല, ഓപ്ഷൻ 3 ആണ്. കണ്ടോ? അപ്പം ഈ ചോദ്യം ഇങ്ങനെയാണ് പോയി, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു മാർക്കാണ് അവിടെ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത്യാവശ്യം വെറൈറ്റി ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കും എപ്പോഴും കോഡിങ് ആൻഡ് ഡീകോഡിങ് പോലത്തെ ചോദ്യങ്ങളാണ് അത്യാവശ്യം വെറൈറ്റി ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു വവ്വലാണ്, വവ്വൽ വാക്കാണ്. ആ വാക്കിന് പകരം കോഡായത് കാരണം മനസ്സിലാക്കാൻ പറ്റും, ഒരു വാക്കിന് കോഡ് ചെയ്തേക്കുവാണ്. അപ്പം അങ്ങനെ ക്വസ്റ്റൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇട്ടാൽ മാത്രമേ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കോഡിങ് പ്രത്യേകം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ ഈ പറഞ്ഞ ലെറ്റർ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റിൽ 30 ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏതൊക്കെ ഏരിയയാണ് കൂടുതൽ എഫേർട്ട് മനസ്സിലാക്കാണല്ലോ. ഒന്ന് നമ്പർ സീരീസ്, ഒക്കെ നമ്പർസ് നന്നായിട്ട് എഫേർട്ട് പഠിക്കുക. കോഡിൻ്റെ കൂടെ നന്നായിട്ട് എഫേർട്ട് പഠിക്കുക. സിലബസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ എഫേർട്ടിൻ്റെ കുറച്ച് ഏരിയ ആണ് നമ്പേഴ്സ്, ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. എല്ലാം കൂടെ നമുക്കൊരു 10ഓളം ചോദ്യം നമുക്ക് അവിടെ നിന്ന് ബേസിൽ കിട്ടുന്നുണ്ട്. ആ 10 മാർക്കും തെറ്റാതെ കിട്ടുകയും വേണം. ആ ഒരു ഐഡിയ കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് കാണാം. താങ്ക് യു.